السلام عليكم ورحمة الله وبركاته. الحمد لله وصلى الله على محمد الذي بلغ الرسالة وأدى الأمانة. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أما بعد. സഹോദരന്മാരെ, നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്നത് ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിന്റെ കശ്ഫ് ശുബ്ഹാത്ത് എന്ന് പറയുന്ന പുസ്തകമാണ്. വ്യത്യസ്ത പണ്ഡിതന്മാരുടെ ശർഹോടുകൂടി കഴിഞ്ഞ 2 ക്ലാസുകളിലായി ഷെയ്ഖിന്റെ ഒരു വാചകമാണ് നാം വിശദീകരിച്ചത്. അതായത് ഒരാളുടെ നാവിലൂടെ അയാളെ ഇസ്ലാമിൽ നിന്ന് പുറത്താക്കുന്ന ഒരു വാക്ക്, അതിനെ സംബന്ധിച്ച് അറിവില്ലാതെ അയാൾ പറഞ്ഞാൽ പോലും കാഫറായിത്തീരും, അവന് ഉദ്ർ നൽകപ്പെടുകയില്ല എന്ന വാചകത്തെ സംബന്ധിച്ച് പണ്ഡിതന്മാർ നടത്തിയ വിശദീകരണങ്ങളാണ്. അത് അല്പം സുദീർഘമായി അതിന്റെ എല്ലാ വശങ്ങളും ഇവിടെ ചർച്ച നടത്തുകയുണ്ടായി. തുടർന്ന് ഷെയ്ഖ് പറയുന്നത് വഖദ് യഖൂലുഹ വഹു യظن അന്നഹ തുഖർരിബുഹു ഇലല്ലാഹ് കമാ ലന്നൽ കുഫാർ ഖുസൂസൻ ഇൻ അൽഹമഹു അല്ലാഹു മാ ഖസ്സ അൻ ഖൗമി മൂസ അലൈഹിസ്സലാം മഅ സ്വലാഹിഹിം വഇൽമിഹിം അന്നഹും അതൗഹു ഖായിലീന ഇജ്അൽ ലനാ ഇലാഹൻ കമാ ലഹും ആലിഹ فحينئذ يعظم خوفه وحرصه على ما يخلصه من هذا وأمثاله. ചിലപ്പോൾ ഈ ഒരു വാക്ക് അയാൾ പറയുന്നത്, അതായത് മുമ്പ് 2 ക്ലാസിന്റെ മുമ്പ് നമ്മൾ വായിച്ച, അല്ലെങ്കിൽ ഇതിന്റെ മുമ്പത്തെ 2ാമത്തെ ക്ലാസ്സിൽ വായിച്ച വാചകത്തിന്റെ തുടർച്ചയാണ്. അപ്പോ യഖൂലുഹ, അത് പറയും എന്ന് പറഞ്ഞാൽ ആ വാക്കുകൊണ്ട്, അത് പറയുന്നതിലൂടെ ഒരാൾ ഇസ്ലാമിൽ നിന്ന് പുറത്താകുന്ന വാക്ക്, ആ വാക്ക് പറയുന്ന ആൾ ചിലപ്പോൾ പറയുന്നത് ഈ പറയുന്ന വാക്ക് അള്ളാഹുവിലേക്ക് അടുപ്പിക്കുന്നതാണ് എന്ന് വിചാരിച്ചുകൊണ്ടായിരിക്കും. യഥാർത്ഥത്തിൽ അത് അള്ളാഹുവിൽ നിന്ന് അകറ്റുന്നതാണ്, ഇസ്ലാമിൽ നിന്ന് പുറത്താക്കുന്നതാണ്. പക്ഷെ പറയുന്ന ആൾ ധരിച്ചിരിക്കുന്നത് ഈ വാക്ക് എന്നെ അള്ളാഹുവിലേക്ക് അടുപ്പിക്കും എന്ന് വിചാരിച്ചുകൊണ്ടും ചില ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന വാക്കുകൾ ചില ആളുകൾ പറയും. ഏതുപോലെ കാഫിറുകൾ ധരിച്ചതുപോലെ. എന്നിട്ട് അദ്ദേഹം അതിന് ഉദാഹരണം പറയാം. പ്രത്യേകിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല മൂസാ നബിയുടെ ജനങ്ങളെ സംബന്ധിച്ച് ഖുർആനിൽ വ്യക്തമായി പറഞ്ഞിട്ടുള്ള ഒരു കാര്യം, ആ മൂസാ നബിയുടെ കൂടെയുണ്ടായിരുന്ന ആളുകൾ മഅ സ്വലാഹിഹിം വഇൽമിഹിം, അവര് മോശക്കാരല്ല, മറിച്ച് സ്വലാഹ്, അറിവും അതനുസരിച്ചുള്ള മേന്മയും ഗുണവും ഒക്കെ ഉള്ളവരാണ്. വഇൽമിഹിം, അതുപോലെ തന്നെ അവർക്ക് അറിവുമുണ്ട്. അപ്പോൾ ഇൽമും സലാഹും ഉള്ളതോടൊപ്പം തന്നെ മൂസാ നബിയോടൊപ്പം ഉണ്ടായിരുന്ന ചില ആളുകൾ അന്നഹും അതൗഹു ഖായിലീന, മൂസാ നബിയുടെ അടുക്കൽ വന്നുകൊണ്ട് അവർ പറഞ്ഞു ഇജ്അൽ ലനാ ഇലാഹൻ കമാ ലഹും ആലിഹ, അവർക്ക് ഒരുപാട് ആരാധ്യ വസ്തുക്കൾ ഉള്ളതുപോലെ ഞങ്ങൾക്കും നീ ഒരു ആരാധ്യ വസ്തുവിനെ അല്ലെങ്കിൽ ഒരു ആരാധ്യനെ നിശ്ചയിച്ചു തരണം എന്ന് മൂസാ നബിയോട് മൂസാ നബിയുടെ അനുയായികൾ പറഞ്ഞു. ഇത് സൂറത്തുൽ അഅറാഫിലെ 138ാമത്തെ ആയത്തിന്റെ ഒരു ഭാഗമാണ്. അപ്പൊ ഇങ്ങനെയൊക്കെ സംഭവിക്കാം. ഇങ്ങനെ സംഭവിക്കുന്നതിലൂടെ ജനങ്ങൾക്കുള്ള പാഠം എന്താണ്? ഫഹീന ഇതിൽ യഅ്ലുമു ഖൗഫുഹു, ഇങ്ങനെ സംഭവിക്കാവുന്ന കാര്യങ്ങളെക്കുറിച്ച് ഭയപ്പെടുക എന്നുള്ളത്, പേടിക്കുക എന്നുള്ളത് ഗൗരവപ്പെട്ട കാര്യമാണ്. അതായത് ശിർക്ക് വന്നു പോകുന്ന വാക്കുകൾ ഉണ്ടാവുക, പ്രവർത്തികൾ സംഭവിക്കുക എന്നുള്ളത് ഭയപ്പെടേണ്ടതുണ്ട്. വഹിർസുഹു അലാ മാ യുഖല്ലിസുഹു മിൻ ഹാദാ വഅംസാലിഹി, ഇതിൽ നിന്നും ഇതുപോലുള്ള വാക്കുകളിൽ നിന്നും അയാളെ രക്ഷപ്പെടുത്തുന്ന, ഖലാസാക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണോ അത് നേടാൻ വേണ്ടി അയാൾ പരിശ്രമിക്കുകയും ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമായ മഹത്തായ കാര്യമാകുന്നു. അപ്പൊ ഇങ്ങനെ വിവരമില്ലാതെ ചില വാക്കുകൾ ആളുകൾ പറയും, അതിലൂടെ അയാൾ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും. അത്തരം ആളുകൾക്ക് ഉദ്ർ നൽകപ്പെടുകയില്ല. അതിന്റെ വിശദീകരണം ആവർത്തിക്കുന്നില്ല, നേരത്തെ പറഞ്ഞുപോയി. എന്താണ് അതുകൊണ്ട് ഉദ്ദേശിച്ചത്, പണ്ഡിതന്മാർ എന്താണ് അതിനെ വിശദീകരിച്ചത്. അതിനോട് ചേർത്ത് ഇവിടെ പറയുന്നത് ചില വാക്ക് അള്ളാഹുവിലേക്ക് അടുപ്പിക്കും എന്ന് വിചാരിച്ചുകൊണ്ട് ചില ആളുകൾ പറയും. എന്നാൽ യഥാർത്ഥത്തിൽ അത് എന്താണ്? കാഫറുകൾ ധരിച്ചതുപോലെയുള്ള ഒരു ധാരണയാണ്. എന്ന് പറഞ്ഞാൽ അള്ളാഹുവിലേക്ക് അടുപ്പിക്കുന്നതല്ല. അതിന് ഉദാഹരണമായി പറഞ്ഞത് മൂസാ നബിയോട് മൂസാ നബിയുടെ അനുയായികൾ, ഞങ്ങൾക്ക് അവർക്ക് കുറെ ഇലാഹുകൾ ഉള്ളതുപോലെ ഞങ്ങൾക്കും ഒരു ഇലാഹിനെ നിശ്ചയിച്ചു തരണം എന്ന് പറഞ്ഞു എന്നതാണ്. അപ്പൊ ഇത് നമുക്ക് അങ്ങനെ സംഭവിക്കാതിരിക്കാൻ ശിർക്കിനെ സംബന്ധിച്ച് ഭയപ്പാടും, ശിർക്കിൽ നിന്ന് അല്ലെങ്കിൽ ശിർക്കിൽ പെട്ടുപോകുന്നതിൽ നിന്ന് രക്ഷപ്പെടാവുന്ന എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കുകയും പഠിക്കുകയും ശിർക്കിനെ ഭയപ്പെടുകയും ചെയ്യേണ്ടതുണ്ട് എന്ന് ഉണർത്താനാണ് ഷെയ്ഖ് ഈ വാചകം എഴുതിയിട്ടുള്ളത്. ഇതിനെ വിശദീകരിച്ചുകൊണ്ട്, അതായത് ഈ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ജനത പറഞ്ഞ കാര്യത്തെ വിശദീകരിച്ചുകൊണ്ട് ഷെയ്ഖ് സാലിഹ് അൽ ഫൗസാൻ ഹഫിളഹുല്ലാഹ് ഇതേ പുസ്തകത്തിന്റെ ഷർഹിൽ, അതായത് നമ്മൾ വായിക്കുന്ന പുസ്തകത്തിന്റെ ഷർഹിൽ 19ാമത്തെ പേജിൽ പറഞ്ഞത് കാണാം. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അവർ ഈ ഒരു വാക്ക് പറയുകയും പറഞ്ഞപ്പോൾ അവരെ മൂസാ നബി എതിർത്തു.
അപ്പൊ അവര് ഒരു ആവശ്യം ഉന്നയിച്ചതാണ്. ആ ആവശ്യത്തെ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം എതിർക്കുകയും അവരോട് പറയുകയും ചെയ്തു, ഈ പ്രവൃത്തി, ഈ ആളുകളുടെ പ്രവൃത്തി അള്ളാഹുവിൽ പങ്കു ചേർക്കുന്ന വിഷയമാണ്. അപ്പൊ എന്താ, നിങ്ങൾ പറയാൻ പാടില്ല, ചെയ്യാൻ പാടില്ല, ഇത് അള്ളാഹുവിൽ പങ്കു ചേർക്കുന്ന വിഷയം. കാരണം അവർക്ക് കുറെ ആരാധ്യന്മാരുണ്ട്, അതുപോലെ ഞങ്ങൾക്കും ഒരു ആരാധ്യന നിശ്ചയിച്ചു തരുമെന്നാണ്. എന്നിട്ട് ശൈഖ് ചോദിക്കാൻ, ഫൻദുർ കൈഫ ഖഫിയ അലൈഹിം, ഈ കാര്യം അവരുടെ മേൽ എങ്ങനെ ഗോപ്യമായി തീർന്നു എന്ന് നീ ചിന്തിക്കണം. അങ്ങനെ പറയാൻ കാരണം എന്താ, അള്ളാഹു ഉണ്ട്, അള്ളാഹുവിനെയാണ് ആരാധിക്കേണ്ടത് എന്ന് മനസ്സിലാക്കിയ ആളുകൾ തന്നെ മറ്റുള്ളവർക്ക്, കാഫറുകൾക്ക് കുറെ ആരാധ്യന്മാരുണ്ടല്ലോ, അപ്പൊ ഞമ്മക്ക് ഒന്നുകൂടി ഒരാരാധ്യനെ കൂടി ഉണ്ടാക്കിത്തരണം എന്ന് പറയാൻ. അപ്പൊ എന്താ, അത് ചോദിക്കാൻ പാടില്ലാത്ത, ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന കാര്യമാണ് എന്ന വിഷയം ഈ ആളുകൾക്ക് മനസ്സിലായില്ല. ആർക്ക്? മൂസാ നബിന്റെ കൂടുള്ള ആളുകൾ. ആ കൂടുള്ള ആളുകൾ മോശപ്പെട്ട ആളുകളാണോ? അല്ല. ഇവിടെ ശൈഖ് വിശദീകരിച്ചു, മൂസാ നബിയോടൊപ്പം ജീവിച്ചവരാണ്, അതുപോലെ തന്നെ മൂസാ നബിയിൽ നിന്ന് ഇൽമു പഠിച്ചവരാണ്. അപ്പൊ മൂസാ നബിയുടെ സഹാബികളാണ്. ഈ ആളുകൾക്ക് ഈ ഒരു വിഷയം മനസ്സിലായില്ല. അതാണ് കൈഫ ഖഫിയ അലൈഹിം. ഈ ഗുണങ്ങളൊക്കെ ഉള്ളതോടൊപ്പം തന്നെ അവർക്ക് എങ്ങനെയാണ് ഇത് അറിയാതെ അവ്യക്തമായി പോയത് എന്ന് നീ ആലോചിക്കണം. ഹാദൽ അംറു മിമ്മ യദുല്ലു എന്ന് അദ്ദേഹം വിശദീകരിക്കാൻ, ഈ ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കി തരുന്നത് എന്താണ്? തൗഹീദിനെ സംബന്ധിച്ച അറിവില്ലായ്മയുടെ അപകടത്തെയാണ് ബോധ്യപ്പെടുത്തുന്നത്. അതുപോലെ തന്നെ ശിർക്കിന്റെ യാഥാർത്ഥ്യം എന്താണ്, എപ്പോഴാണത് ശിർക്കായി തീരുക എന്ന കാര്യം മനസ്സിലാക്കാതിരിക്കുന്നതിന്റെയും അപകടം. തൗഹീദിനെ കുറിച്ചുള്ള അറിവില്ലായ്മ, ശിർക്കെന്താണെന്ന് മനസ്സിലാക്കാതിരിക്കുക, രണ്ടും കൂടി കൂടിച്ചവരെന്തായി? നല്ല ഇരുട്ടായി. ഇത്തരം കാര്യങ്ങൾ ഒരു മനുഷ്യനെ ചിലപ്പോൾ കുഫറിനെ തേടുന്ന, അല്ലെങ്കിൽ അറിയാതെ മതത്തിൽ നിന്ന് പുറത്തു പോകുന്നതിലേക്ക് എത്തിക്കുന്ന വാക്കുകളാണ് ഇത്തരം വാക്കുകൾ എന്ന കാര്യവും മനസ്സിലാക്കാതെ പോയി ഇത് ഗൗരവപ്പെട്ടതാണ് എന്ന് നമ്മെ അറിയിക്കും. അപ്പോ ഈ വാചകത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് നമ്മളിൽ അത്തരം അപകടങ്ങൾ ഉണ്ടാകാൻ പാടില്ല. എന്നിട്ട് അദ്ദേഹം വേറെ ചില കാര്യങ്ങൾ, അതായത് എങ്ങനെയാണ് ഇത്തരം കാര്യങ്ങളിൽ രക്ഷപ്പെടുക, അത് ദീൻ പഠിക്കലാണ്. അത് പറഞ്ഞിട്ട് പിന്നെ അടുത്ത വാചകം, വഹാദ യദുല്ലു അലാ ബുത്ലാനി ഖൗലി മൻ യഖൂൽ ഇന്നമൻ ഖാല കലിമത്തൽ കുഫ്രി ഔ അമിലൽ കുഫ്ര ലാ യക്ഫുർ ഹത്താ യഅതഖിദ ബിഖൽബിഹി മാ യഖൂൽ വയഫ്അൽ. ഈ സംഭവത്തിൽ നിന്ന് മൂസാ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അനുയായികൾ മൂസാ നബിയോട് ചോദിച്ചതും മൂസാ നബി നൽകിയ മറുപടിയിൽ നിന്നും മനസ്സിലാക്കാവുന്ന ഒരു കാര്യം, ഇങ്ങനെ വാദിക്കുന്ന ആളുകളുടെ വാക്ക് ബാത്തിലാണ് എന്നതാണ്. എങ്ങനെ വാദിക്കുന്നവർ? ഒരാൾ കുഫറിന്റെ ഒരു വാക്ക് പറയുകയോ അല്ലെങ്കിൽ കുഫറിന്റെ ഒരു സംഗതി പ്രവർത്തിക്കുകയോ ചെയ്താൽ അയാൾ ഹൃദയത്തിൽ ആ പറഞ്ഞ അല്ലെങ്കിൽ പ്രവർത്തിച്ച കാര്യം വിശ്വാസമായി ഉൾക്കൊണ്ടാൽ മാത്രമേ അയാൾ കാഫറാവുകയുള്ളൂ എന്ന് വാദിക്കുന്നവരുടെ വാദം ബാത്തിലാകുന്നു എന്ന് ഈ സംഭവം സൂചിപ്പിക്കുന്നു. അപ്പൊ എന്താ, ചില ആളുകൾ പറയും, ഒരു കുഫറിന്റെ വാക്ക് പറഞ്ഞാൽ അമലിന്റെ പ്രവൃത്തി പറഞ്ഞു എന്നതുകൊണ്ട് അയാൾ കാഫറാവുകയില്ല. അയാൾക്ക് മനസ്സിൽ അങ്ങനെ ഒരു വിശ്വാസം ഉണ്ടാകും. പറഞ്ഞ വാക്ക്, ചെയ്ത പ്രവൃത്തി ഹൃദയം കൊണ്ട് അയാൾ വിശ്വാസമായി ഉൾക്കൊള്ളണം, എന്നാലേ അവൻ കാഫറാവുകയുള്ളൂ എന്ന് പറയുന്നവന്റെ വാദം ബാത്തിലാകും. രണ്ടാമത്തേത്, വമൻ യഖൂലു ഇന്നൽ ജാഹില യുഅ്ദറു മുത്ലഖൻ, വിവരമില്ലാത്ത ഒരാൾക്ക് ഒരു ഉപാധിയുമില്ലാതെ ഉദ്ർ നൽകപ്പെടും എന്ന് പറയുന്നവന്റെ വാദവും ബാത്തിലാകുന്നു. വലൗ കാന ബി ഇംകാനിഹി അൻ യസ്അല വയതഅല്ലം, വിവരമില്ലാത്ത ഒരാൾക്ക് മറ്റുള്ളവരോട് ചോദിക്കാൻ സാധിക്കും, ചോദിച്ച് പഠിക്കാൻ പറ്റും. ഇങ്ങനെയൊക്കെ ആണെങ്കിൽ കൂടി, അപ്പൊ ചോദിക്കാനും പഠിക്കാനും ഒക്കെ കഴിവുള്ള ഒരാൾ പഠിക്കാതെ ചോദിക്കാതെ പോയാലും അയാൾക്ക് ഉദ്റുണ്ട് എന്ന് നിരുപാധികമായി കൊട്ടക്കണക്കിന് പറയുന്ന ആളുകളുടെ വാദം ബാത്തിലാകുന്നു. വഹിയ മഖാലത്തുൽ ലഹറത് മിമ്മൻ യന്തസിബൂന ഇലൽ ഇൽമി വൽ ഹദീസ് ഫി ഹാദ സമാൻ. ഇത് ഏതോ കാലത്തുള്ള ആളുകളെ കുറിച്ചല്ല ശൈഖ് പറയുന്നത്. ശൈഖ് സാലിഹ് അൽ ഫൗസാൻ ഇന്നും സൗദി അറേബ്യയിൽ ജീവിച്ചിരിപ്പുള്ള പണ്ഡിതനാണ്. അദ്ദേഹം പറയാണ്, ഈ ഒരു വാദം, ഏത് എല്ലാവർക്കും എന്ത് ചെയ്താലും ഉദ്ർ കൊടുക്കണം, അയാൾക്ക് പഠിക്കാനും ചോദിക്കാനും പഠിക്കാനും ഒക്കെ സൗകര്യമുള്ളവനാണെങ്കിൽ പോലും അയാൾക്ക് വിവരം കിട്ടിയില്ലല്ലോ, അല്ലെ മനസ്സിലായില്ലല്ലോ എന്ന് പറഞ്ഞ് ഉദ്ർ കൊടുക്കണമെന്ന് പറയുന്ന ആളുകൾ ചില്ലറക്കാരല്ല. ആരാണ്? ഈ ഒരു വാദം വെളിപ്പെട്ടത് മിമ്മൻ യന്തസിബൂന ഇലൽ ഇൽമി വൽ ഹദീസ്, അറിവിലേക്കും ഹദീസിലേക്കും ചേരുന്ന ആളുകളാണ്, ചേർത്തി പറയുന്ന ആളുകളാണ്. എന്നാൽ വിവരമുണ്ട്, ഹദീസ് പഠിച്ചവരാണ് എന്നൊക്കെ പറയുന്ന ആളുകളിൽ നിന്ന് ഇത്തരം ഒരു വാക്ക് പ്രകടമായിരിക്കുന്നു. ഫീ ഹാദ സമാൻ, ഇക്കാലത്ത്. അത് പണ്ടാരോ പറഞ്ഞതല്ല. ഇക്കാലത്തും ചില ഇൽമുള്ള ഹദീസ് പഠിച്ചു എന്ന് പറയുന്ന ചില ആളുകൾ ഇത്തരം വാദങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. കുഫ്ർ ചെയ്ത
ചെയ്തവന്, കുഫറിന്റെ വാക്ക് പറഞ്ഞവന് എപ്പോഴും ഉതിർ കൊടുക്കണം, അയാളെ മുസ്ലിമായി കാണണം എന്ന് പറയുന്ന തരത്തിലുള്ള വാദം ഇൽമും ഹദീസൊക്കെ പഠിച്ച ആളുകൾക്ക് പറയാൻ പറ്റിയതല്ല. അങ്ങനത്തെ ചില ആളുകളുണ്ട്. അപ്പൊ അതിന്റെ ഉദ്ദേശം എന്താണെന്ന് മനസ്സിലായില്ലേ? ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല. ഇതേ വിഷയത്തെ സംബന്ധിച്ച് സൗദി അറേബ്യയിൽ ജീവിച്ചിരുന്ന പ്രമുഖനായ ഒരു പണ്ഡിതനാണ് അബ്ദുൽ അസീസ് അർ-റാജിഹി. അദ്ദേഹം നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്ന പുസ്തകത്തിന് എഴുതിയിട്ടുള്ള ഷർഹിന്റെ 40-ാമത്തെ പേജിൽ പറഞ്ഞത് കാണാം. അപ്പോൾ കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ട് അദ്ദേഹം പറയാം, മൂസാ നബിയുടെ ഈ ജനത, ഇത് മൂസാ നബിയോട് ഞങ്ങൾക്ക് ഇലാഹിനെ നിശ്ചയിച്ചു തരണം എന്ന് ആവശ്യപ്പെട്ട ആളുകൾ ആരാണ്? മോശക്കാരല്ല. ഹുമുൽ ഖുലാസ, അവർ മൂസാ നബിയുടെ കൂടെയുണ്ടായിരുന്ന ആളുകളുടെ ഖുലാസയാണ്, എന്നാൽ അതിന്റെ സത്തയാണ്. അനുയായികളിൽ സത്ത, പ്രധാനപ്പെട്ട ആളുകൾ. അല്ലദീന ഖാലൂലി മൂസാ ഹാദ, ആ ആളുകളാണ് മൂസാ നബിയോട് ഇക്കാര്യം പറഞ്ഞത്. ഏതാളുകൾ? അല്ലദീന നജ്ജാഹുമുല്ലാഹു മഅ മൂസ, നേരത്തെ കടലിൽ ഫിർഔനെ മുക്കിക്കൊന്നപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല മൂസാ നബിയെ രക്ഷപ്പെടുത്തി. ആ മൂസാ നബിയോടൊപ്പം അല്ലാഹു രക്ഷപ്പെടുത്തിയ അന്നേ മൂസാ നബിയുടെ കൂടെയുള്ള ആളുകളാണ് ഈ ഒരു വാക്ക് പറഞ്ഞത്. വേറെ കുറെ കാര്യം പറഞ്ഞിട്ട് ഞാൻ ആവശ്യമുള്ളത് മാത്രം വായിക്കാം. എന്താ അദ്ദേഹം പറയാം? ഫലമ്മാ മശാ ഖൗമു മൂസാ മഅ മൂസ മർറു അലാ ഖൗമി യഅബ്ദൂന സനമൻ ലഹും ഫഖാലു ലി മൂസ, ഈ കടലിൽ മൂസാ നബിയോടൊപ്പം അള്ളാഹു രക്ഷപ്പെടുത്തിയ മൂസാ നബിയുടെ അനുയായികൾ വിഗ്രഹത്തെ ആരാധിക്കുന്ന ഒരു ജനതയോടൊപ്പം നടന്നപ്പോൾ മൂസാ നബിയോട് അവർ പറഞ്ഞു, ഈ ആവശ്യം, നേരത്തെ പറഞ്ഞ ആവശ്യം, അവർക്ക് കുറെ ആലിഹത്തുള്ളതുപോലെ ഞങ്ങൾക്കും ഒരു ഇലാഹിനെ നിശ്ചയിച്ചു തരണമേ. അപ്പോ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം എന്ത് ചെയ്തു? നേരത്തെ ഷെയ്ഖ് സാലിഹ് അൽ ഫൗസാൻ പറഞ്ഞതുപോലെ മൂസാ നബി അവരെ എതിർത്തു. നിങ്ങൾ ഈ പറയുന്നത് ശരിയല്ല, പറയാൻ പറ്റാത്ത വാചകമാണ്. പിന്നെ ആയത്തിന്റെ അവസാനത്തിൽ കാണാം, ഇന്നക്കും ഖൗമുൻ തജ്ഹലൂൻ, നിങ്ങൾ മനസ്സിലാക്കിയിട്ടില്ലാത്ത ജഹ്ലുള്ള ആളുകൾ തന്നെയാകുന്നു. അപ്പെന്താ? ഓൽക്ക് ഇൽമുണ്ട്, അള്ളാനെയാണ് ആരാധിക്കേണ്ടത്, മറ്റാരെയും ആരാധിക്കാൻ പാടില്ല എന്നറിയാം. നേരത്തെ മൂസാ നബിയോടൊപ്പം കൂടിയ ആളുകളാണ്. പക്ഷേ വേറെ ഒരു ഇലാഹിനെ ആവശ്യപ്പെടും. ഇവര് സ്വന്തം ഇലാഹിനെ ഉണ്ടാക്കി ആരാധിക്കല്ല, സാമിരി ചെയ്ത മാതിരി പശുവിനുണ്ടാക്കി ആരാധിച്ചിട്ടില്ല. പക്ഷെ മൂസാ നബിയോട് ഇങ്ങനെ ചോദിച്ചിട്ട് മൂസാ നബിയുടെ ശബ്ദപ്രകാരം ഒരു ഇലാഹിനെ കിട്ടിയാൽ അത് കുഴപ്പമില്ലല്ലോ. ഇവര് സ്വന്തം ഉണ്ടാക്കിയല്ല, മൂസാ നബി അള്ളാഹിന്റെ പ്രവാചകൻ അള്ളാഹിന്റെ അനുമതി പ്രകാരം ഒരു ഇലാഹിനെ നിശ്ചയിച്ചു കൊടുത്താൽ നമുക്ക് ഒരു ഇലാഹിന് പകരം 2 ഇലാഹായല്ലോ. അപ്പൊ ഒരു നല്ല കാര്യം നിൽക്കാണ് അവർ വിചാരിച്ചത്. ഇതാണ് നേരത്തെ വാചകത്തിൽ ഷെയ്ഖ് പറഞ്ഞത്. അള്ളാഹുവിലേക്ക് അടുപ്പിക്കുന്നതാണ് എന്ന് വിചാരിച്ചുകൊണ്ട് ചില ആളുകൾ പറയും. പക്ഷെ അതെന്തായിരിക്കും? യഥാർത്ഥത്തിൽ ഇസ്ലാമിനെതിരായിരിക്കും, കുഫറിലേക്ക് പോകുന്ന കാര്യമായിരിക്കും. അതുകൊണ്ടാണ് ഇവിടെ ഷെയ്ഖ് പറയുന്നത്, അവരോട് പറഞ്ഞ ആയത്തിന്റെ അവസാനത്ത് കാണാം, നിങ്ങൾ വിവരമില്ല എന്ന് പറഞ്ഞാൽ ഒന്നും അറിയില്ല എന്നല്ല, ഈ ചോദിച്ച കാര്യം തെറ്റാണ് എന്ന് നിങ്ങൾക്കറിയില്ല. അപ്പൊ എന്താ? ഇവർക്ക് അറിവില്ലായ്മയുണ്ട്. അതുകൊണ്ട് തന്നെ ഫൈദാ കാന ഹൗലാഇ ഹുമുൽ ഖുലാസ മഅ ഇൽമിഹിം വസലാഹിഹിം യത്ലുബൂന എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം വിശദീകരിക്കാൻ, ഈ ഒരു കാര്യം മൂസാ നബിയോട് ആവശ്യപ്പെട്ടവർ ഇൽമും സലാഹുമുള്ള അനുയായികളിലെ സത്തയായ ആളുകളാണ് എങ്കിൽ പിന്നെ ആർക്കാണ് ഇതുപോലുള്ള കാര്യങ്ങൾ സംഭവിക്കാതിരിക്കുക? അതിനേക്കാൾ ഇൽമുള്ള ആളുകൾക്ക്. അപ്പൊ എന്താ? ഇനി ഇവിടെ നേരത്തെ ഷെയ്ഖ് ഫൗസാന്റെ വാചകത്തിന്റെ അവസാനത്തിൽ നമ്മൾ വായിച്ചു 2 കൂട്ടരുടെ വാദത്തിനെതിരാണ് ഈ സംഭവം. ഇവിടെയും അബ്ദുൽ അസീസ് അർ-റാജിഹി പറയുന്നു, വലാകിൻ ലമ്മാ സജറഹും മൂസ, ഈ ചോദ്യം ആവശ്യം ഉന്നയിച്ച ആളുകളെ മൂസാ നബി വിലക്കിയപ്പോൾ ലം യഖഉ ഫിശ്ശിർക്കി, അവർ ശിർക്കിൽ അകപ്പെട്ടില്ല. അപ്പൊ ശിർക്ക് ചെയ്തോ? ഇല്ല, ശിർക്ക് ചെയ്തിട്ടില്ല. ശിർക്കിലേക്ക് എത്തുന്ന ഒരു കാര്യം മൂസാ നബിയോട് ആവശ്യപ്പെട്ടു. ആ ആവശ്യപ്പെട്ടത് എന്തുകൊണ്ടാണ്? ഖൗമുൻ തജ്ഹലൂൻ, വിവരമില്ലാത്ത ആൾക്കാരാണ്. അപ്പോ അറിവില്ലായ്മ കൊണ്ട് ഒരു കാര്യം ചോദിച്ചു, അവരത് പ്രവർത്തിച്ചില്ല. മൂസാ നബി വിലക്കിയപ്പോൾ ആ വിലക്ക് അവർ അംഗീകരിക്കുകയും അതിൽ നിന്ന് പിന്മാറുകയും ചെയ്തു. അപ്പൊ എന്തായി? അറിവില്ലായ്മയുടെ ഉഴുതിറ് എന്ന് പറയുന്നത് ഇവർക്കുണ്ട് എന്നാണ് ഇതിൽ മനസ്സിലായത്. ഇത് ഞാൻ പറയാൻ കാരണം, ഇതേ സംഭവം ഉദ്ധരിച്ചുകൊണ്ട് ചില ആളുകൾ, നമ്മുടെ നാട്ടിൽ തന്നെ ഒന്നിലധികം ആളുകൾ ഈ സംഭവം ഉദ്ധരിച്ചുകൊണ്ട് വിശദീകരിച്ചിട്ടുണ്ട്. കണ്ടോ, ഇവര് ഒരു ഇലാഹിനെ ആവശ്യപ്പെട്ടത് മുഖേന ഇവർ കാഫറുകളായി, കുഫ്ർ ചെയ്തില്ലേ? പക്ഷെ കാഫർ എന്ന് മൂസാ നബി പറഞ്ഞോ? ഇല്ല. കാഫർ എന്ന് വിധിച്ചോ? ഇല്ല. അപ്പൊ ഒരാളിൽ നിന്ന്, ഒരു മുസ്ലിമിൽ നിന്ന് കുഫറുണ്ടായാലും അയാളെ കുറിച്ച്
കുറിച്ച് വ്യക്തിപരമായി കാഫിർ എന്ന് പറഞ്ഞുകൂടാ എന്നാ തെളിവാക്കുന്നത്. പക്ഷെ അത് ഒരു ശരിയായ വാദമല്ല. ഈ ഷെയ്ഖും പല ഷെയ്ഖുമാരും പറഞ്ഞതിനെതിരാണ്. കാരണം എന്താ, ഇവര് അറിഞ്ഞതിന് ശേഷമല്ല അക്കാര്യം പറഞ്ഞത്, അറിയാതെ പറഞ്ഞതാണ്. അറിഞ്ഞിട്ടില്ല എന്നുള്ളത് ഖുർആൻ തന്നെ പറഞ്ഞു. ഇബ്നു ബാസിന്റെ വാചകത്തിലുണ്ട്. അബ്ദുൽ അസീസ് റാജിഹി പറയുന്നു, ഇവരിത് പറഞ്ഞു, പക്ഷേ അവർക്ക് അതിനെക്കുറിച്ച് അറിവുണ്ടായിരുന്നില്ല. ഖഫിയ എന്ന വാക്ക് അവർക്ക് ആ കാര്യം അവ്യക്തമായിരുന്നു, അറിയാതെ പോയി. ഇത് നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഒരാൾക്ക് അറിയാത്ത ഒരു കാര്യത്തിൽ പിഴവ് സംഭവിച്ചാൽ അതിന്റെ പേരിൽ അള്ളാഹു ശിക്ഷിക്കുകയില്ല. അപ്പോൾ ഇവർ അറിഞ്ഞുകൊണ്ട് വിവരത്തോടുകൂടിയല്ല ഈ ഒരു വാദം ആവശ്യം മൂസാ നബിയോട് ഉന്നയിച്ചത്, മറിച്ച് അറിവില്ലാതെയാണ്. അറിവില്ലാത്തത് കൊണ്ട് തന്നെ അവർ കാഫറായിട്ടില്ല. മാത്രമല്ല മൂസാ നബി വിലക്കിയപ്പോൾ അവർ അതിൽ നിന്ന് പിൻവാങ്ങുകയും ചെയ്തു. അതുകൊണ്ട് അവർ ശിർക്കിലകപ്പെട്ടില്ല. അപ്പൊ കുഫ്ർ ചെയ്തിട്ട്, അറിവോടുകൂടി കുഫ്ർ ചെയ്തിട്ട് കാഫറായവനെ കാഫറാക്കേണ്ടതില്ല എന്നതിന് ഇത് തെളിവല്ല. പിന്നെന്തിനാ തെളിവ്? അറിവില്ലായ്മ മൂലം ഒരാളിൽ കുഫ്റിന്റെ വാക്കോ പ്രവൃത്തിയോ സംഭവിച്ചാൽ അയാളെ കുറിച്ച് കാഫർ എന്ന് പറയേണ്ടതില്ല എന്നതിന് വ്യക്തമായ തെളിവാണിത്. എന്നാൽ ഇതേ സംഭവം നേരെ തല തിരിച്ച് 2-3 ആളുകൾ നമ്മുടെ നാട്ടിൽ അടുത്ത കാലത്തായി അവതരിപ്പിച്ചിട്ടുണ്ട്. ഒരാളല്ല, 2-3 ആളുകൾ. ഇനി ഷെയ്ഖ് ഇബ്നു ബാസ് അദ്ദേഹത്തിന്റെ കിതാബ് തൗഹീദിന്റെ ഷർഹ്, ഈ പുസ്തകമല്ല, ഷെയ്ഖ് മുഹമ്മദ് അൽ വഹാബിന്റെ തന്നെ കിതാബ് തൗഹീദിന്റെ ഷർഹിൽ മരം കൊണ്ടോ കല്ലുകൊണ്ടോ അതുപോലുള്ളത് കൊണ്ടോ ബറക്കത്തെടുക്കുന്നവന്റെ സംബന്ധിച്ച് പറയുന്ന അധ്യായം എന്ന തലക്കെട്ടിൽ അതിന്റെ താഴെ അദ്ദേഹം വിശദീകരിക്കുന്നു. അതും ഇപ്പം നമ്മൾ വായിച്ച മൂസാ നബിന്റെ സംഭവവുമായി ബന്ധപ്പെടുത്തി നബിയുടെ സഹാബത്തിൽപ്പെട്ട ചില ആളുകളിൽ ഉണ്ടായ ഒരു സംഭവം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മുഹമ്മദ് നബിന്റെ സഹാബത്തിലുണ്ടായ ഈ കാര്യത്തെ അല്ലെങ്കിൽ ചോദ്യത്തെ ഇത് മൂസാ നബിന്റെ ആളുകൾ പണ്ട് ചോദിച്ച ചോദ്യം പോലെയാണല്ലോ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ രണ്ടും സമാനമാണ്. അതുകൊണ്ട് തന്നെ അതുകൂടി വായിക്കുന്നത് ഇവിടെ രണ്ടും മനസ്സിലാക്കാൻ ഉപകാരപ്പെടും. അതുകൊണ്ട് അതിൽ ഈ ഹദീദ് വിശദീകരിച്ചുകൊണ്ട്, അതായത് മുഹമ്മദ് നബിന്റെ കാലഘട്ടത്തിൽ ചില ആളുകൾക്ക് ഉണ്ടായ സമാനമായ ചോദ്യം എന്താണത്? ഹുനൈൻ യുദ്ധത്തിന്റെ സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഞങ്ങളും പുറപ്പെട്ടു എന്ന് പറഞ്ഞ ആരാ? കുറച്ച് പുതിയ ആളുകളാണ്. പുതിയ ആളുകൾ എന്ന് പറഞ്ഞാൽ ഹുനൈൻ യുദ്ധം ഉണ്ടാകുന്നത് ഫതഹു മക്ക, മക്ക മുസ്ലിങ്ങൾക്ക് കീഴ്പ്പെട്ട് ഹിജ്റ 8-ാം വർഷം. അതിനുശേഷം ഏതാനും 1-2 മാസത്തിനിടയിലാണ് ഹുനൈൻ യുദ്ധം ഉണ്ടാകുന്നത്. അപ്പൊ മക്കം ഫതഹിന് മുസ്ലിങ്ങളായ കൂടുതൽ ആഴത്തിൽ ഇസ്ലാമിനെ കുറിച്ച് പഠിച്ചിട്ടില്ലാത്ത, അടുത്ത കാലത്ത് ഇസ്ലാമിലേക്ക് കടന്നു വന്ന ചില ആളുകൾ ആ കൂട്ടത്തിലുണ്ടായിരുന്നു. അവരും നബിയോടൊപ്പം പോയ കൂട്ടത്തിലുണ്ടായിരുന്നു. അത് എവിടുന്ന് കിട്ടി? ഈ ഹദീസ് ഉദ്ധരിക്കുന്നത് അബൂ വാഖിദ് അൽ-ലൈഫി എന്ന് പറയുന്ന ആളാണ്. അദ്ദേഹം തന്നെ പറയാൻ, വനഹ്നു ഹുദസാഉ അഹ്ദിൻ ബികുഫ്രിൻ, ഞങ്ങൾ നബിയോടൊപ്പം പുറപ്പെട്ട ഞങ്ങൾ എന്നാണ്, എല്ലാവരും അല്ല, ഈ പറയുന്ന ആളുകൾ, കുറച്ചാളുകൾ, ഞങ്ങൾ കുഫ്റിനോട് അടുത്ത ബന്ധമുള്ളവരായിരുന്നു എന്ന് പറഞ്ഞാൽ ഇതുവരെ കുഫ്റിലാണ്. മക്കം ഫത്ത് വരെ ഞങ്ങൾ കാഫിരീകളാണ്, മക്കം ഫത്തോട് കൂടിയാണ് ഞങ്ങൾ മുസ്ലിങ്ങളായത്. അപ്പോ അടുത്ത കാലം വരെ കുഫറുമായി ബന്ധമുണ്ടായിരുന്ന, ഈ അടുത്ത് മാത്രം ഇസ്ലാമുമായി പരിചയപ്പെട്ട ആളുകളാണ് ഞങ്ങൾ. അപ്പൊ ഇത് വിശദീകരിച്ചുകൊണ്ട് ഷെയ്ഖ് ഇബ്നു ബാസ് പറയാണ്, എന്തിനാണ് ഈ സംഭവം ഉദ്ധരിക്കുന്ന അബൂ വാഖിദുൽ ലൈഫി, അദ്ദേഹവും ഈ സംഭവത്തിലുണ്ട്. ഈ ഒരു വാക്ക് അദ്ദേഹം പറഞ്ഞതെന്താ? നഹ്നു ഖരീബു അഹദിനാ ബികുഫ്രിൻ യഅനി അൽ ആന അസ്ലംനാ മിൻ ഖരീബ് വലിഹാദാ ഹൽ ഉദ്ർ വലിഹാദാ ജഹിൽനാ ഹാദൽ അംറ. അപ്പൊ ഞങ്ങൾ അടുത്ത കാലം വരെ കുഫ്റിലായിരുന്നു എന്ന വാചകം ഞങ്ങൾക്ക് ഉഴുതുണ്ട്. കാരണം ഞങ്ങൾക്ക് പറ്റിയ ഈ അബദ്ധം, ഇത് അബദ്ധമാണ് എന്ന് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു എന്ന് ഈ സംഭവം ഉദ്ധരിക്കുന്നതിന്റെ മുമ്പേ മുൻകൂറായി ഇതിൽ പങ്കെടുത്ത, ഇത് ഉദ്ധരിക്കുന്ന അബൂ വാഖിദുൽ ലൈഫി പറഞ്ഞതാണ്. അപ്പൊ ഞങ്ങൾ അടുത്ത കാലത്ത് വന്നാൽ ഞങ്ങൾ ഇസ്ലാമിനെ കുറിച്ച് അത്രേ പഠിച്ചിട്ടുള്ളൂ, 1-2 മാസത്തെ പരിചയമേ ഉള്ളൂ. അതുകൊണ്ട് ഞങ്ങൾക്ക് അറിവില്ലായ്മ മൂലം സംഭവിച്ച കാര്യമാണ്. ഇനി എന്താ ഉണ്ടായത്? അങ്ങനെ പോയി നബിയോടൊപ്പം പോയപ്പോ ഒരു മരം കണ്ടു. ആ മരത്തിൽ മുശ്രിക്കുകളായ ആളുകൾ മരത്തിൽ വാള് അതുപോലുള്ള ആയുധങ്ങളൊക്കെ കൊളത്തി എടുക്കും, അതിൽ തൂക്കിയിട്ട് എടുക്കുക. എന്തിനാ? ആ മരത്തിൽ കൊളത്തിയാൽ മരത്തിൽ നിന്ന് ഈ കൊളത്തിയ ആയുധത്തിലേക്ക് ബറക്കത്ത് പകരും. അങ്ങനെ ആ ബറക്കത്ത് കിട്ടിയ ആയുധം കൊണ്ട് യുദ്ധം ചെയ്താൽ പരാജയപ്പെടുകയില്ല എന്ന് മുശ്രിക്കുകൾ വിശ്വസിച്ചിരുന്നു. ഈ മരം കണ്ടപ്പോ നബിയുടെ കൂടെ പോയ ഈ പുതുതായി വന്ന ആളുകളിൽ ചിലർ പറഞ്ഞു, ഞങ്ങൾക്കും ഇതുപോലെ ഒരു മരം നിശ്ചയിച്ചു തരണം. ഈ സംഭവം എന്തിനോട് സാദൃശ്യപ്പെടുന്നു?
ചോദിക്കപ്പെടുന്നു. നേരത്തെ മൂസാ നബിന്റെ അനുയായികൾ പറഞ്ഞതിനോട് അവർക്ക് കുറെ ഇലാഹുണ്ട്, ഞങ്ങൾക്കൊരു ഇലാഹ് ഉണ്ടാക്കി തരണം. ഇവർക്ക് ഇതാ ബറക്കത്തെറുക്കാൻ മരമുണ്ട്, ഞങ്ങൾക്കും ബറക്കത്തെറുക്കാൻ ഒരു മരം ഉണ്ടാക്കി തരൂ എന്ന്. ഞാൻ ഈ ഹദീസ് ആദ്യം കേൾക്കുന്നത് ഞാൻ പുളിക്കൽ മദീനത്തുൽ അറബി കോളേജിൽ പഠിക്കുന്ന കാലത്ത് ഒരു 17-ാമത്തെ വയസ്സിൽ. അപ്പോഴാണ് കൊട്ടപ്പുറം വാദപ്രയോഗം നടക്കുന്നത്. ആ കൊട്ടപ്പുറം വാദപ്രയോഗത്തിൽ AP അബ്ദുൽ ഖാദർ മൗലവി ഈ ഹദീസ് ഓതി വിശദീകരിച്ചത് ഇപ്പോഴും എന്റെ ചെവിയിൽ ഇങ്ങനെ വരുന്നത് പോലെ ഉണ്ട്. അന്നാണ് ഈ പേരെടുത്തത് എന്ന് പറഞ്ഞിട്ട് അബ്ദുൽ ഖാദർ മൗലവി അങ്ങനെ വായിച്ച് ഈ ഹദീസ് വായിച്ചതിനെ കൊണ്ട് വിശദീകരിച്ചു. അപ്പോ ഇവിടെ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് മൂസാ നബിയുടെ അനുയായികൾ ചോദിച്ചതുപോലെ ഇവരൊരു ചോദ്യം ചോദിച്ചു, ഞങ്ങൾക്കൊരു മരം വേണം. ആ മരത്തിന് ഈ ഹദീസ് പറഞ്ഞത് ദാത്തു അൻവാത്ത് എന്നാണ്. നാത്ത എന്ന് പറഞ്ഞാൽ കൊളത്തുക എന്നാണ്. നാത്തു അൻവാത്ത് കൊളത്തിയെടുക്കാവുന്ന ഒരു മരം, അതല്ല തൂക്കിട്ടിട്ട് ബറക്കത്തെടുക്കുക. ആ ചോദ്യം ചോദിച്ചപ്പോ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം മൂസാ നബിയുടെ കൂടെയുള്ള ആളുകളെ എന്ത് ചെയ്തു? വിലക്കി. അപ്പൊ ആളുകൾ അതിൽ നിന്ന് ഒഴിവായി. അതുപോലെ തന്നെ അതേ സമാനമായ ചോദ്യമാണ് മുഹമ്മദ് നബിയോട് ഹുനൈൻ യുദ്ധത്തിന്റെ സന്ദർഭത്തിൽ നബിയുടെ സഹാബത്തിൽപ്പെട്ട ചില ആളുകൾ ചോദിച്ചത്. ഇത് ഇബ്നു ബാസിന്റെ വാക്കാണ്. മൂസാ നബിയോടൊപ്പമുള്ള ആളുകൾ ഈ വിഷയത്തിൽ മാതൃകയാക്കിയത് മൂസാ നബിയോട് ചോദിച്ച ആളുകളെയാണ്. ഈ നബിയോടൊപ്പമുള്ള ആളുകൾ ഈ ചോദ്യം ചോദിച്ചത് ഇത് തെറ്റാണ് എന്ന് അറിഞ്ഞുകൊണ്ടല്ല. ആ ഉദ്ധരിച്ച സഹാബി തന്നെ പറയുന്നത് പോലെ ഞങ്ങൾ പുതുതായി കടന്നു വന്നവരാണ്. ഇബ്നു ബാസ് പറയാണ് ജഹ്ലൻ, അറിവില്ലാതെ ചോദിച്ചതാണ്. വലം യഅരിഫു അന്നഹാദാ ലാ യജൂസ്, ബറക്കത്തെടുക്കാൻ ഒരു മരം നിശ്ചയിച്ചു തരണം എന്ന് ചോദിക്കുന്നത് തന്നെ അനുവദനീയമല്ല എന്ന കാര്യം ഈ ചോദ്യം നബിയോട് ചോദിച്ച സഹാബത്തിൽപ്പെട്ട പുതുതായി ഇസ്ലാമിലേക്ക് വന്ന ഈ ആളുകൾ മനസ്സിലാക്കിയിരുന്നില്ല. അപ്പൊ രണ്ടും സമാനമായ ചോദ്യം, സമാനമായ ആളുകൾ, സമാനമായ മറുപടി. വലിഹാദാ ഖാലു ഹാദിഹിൽ മഖാലത ജഹ്ലൻ. വീണ്ടും അദ്ദേഹം പറയാണ്, അതിനാൽ വിവരമില്ലാത്തതിനാൽ പുതുതായി വന്നവരായതുകൊണ്ട് അറിവില്ലാത്തതുകൊണ്ട് അവർ ഈ ചോദ്യം നബിയോട് ചോദിച്ചു. എന്നിട്ടോ നബി അവരെ വിലക്കി. ഖുൽതും വല്ലദീ നഫ്സി ബിയദി, എന്താ വിലക്കിയത്? എന്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ ആ അല്ലാഹുവാണ് സത്യം. നിങ്ങൾ ഈ ചോദിച്ചിട്ടുള്ള ചോദ്യം മൂസാ നബിയോട് മൂസാ നബിയുടെ അനുയായികളായ ആളുകൾ, സഹാബികൾ ചോദിച്ചതുപോലെ ഞങ്ങൾക്കും ഒരു ഇലാഹിനെ നിശ്ചയിച്ചു വരണം എന്ന് ചോദിച്ചതുപോലെ സമാനമായ ചോദ്യമാണ്. ഇനിയോ നേരത്തെ പറഞ്ഞതിലേക്ക് തിരിച്ചു പോകാം. മൂസാ നബിയുടെ അനുയായികൾ പറഞ്ഞ കാര്യം വിശദീകരിച്ചുകൊണ്ട് ഉദ്റും ബിൽ ജഹ്ലുണ്ട്. അതായത് ഉദ്റും ബിൽ ജഹ്ൽ എന്നാൽ പിന്നെ കുഫ്റിന്റെ വാക്ക് പ്രവർത്തിച്ചാൽ അവരെ കാഫറാണെന്ന് പറയേണ്ടതല്ല, വിധിക്കേണ്ടതില്ല എന്ന് തെളിവാക്കുന്നത് പോലെ ഈ സംഭവവും ചിലർ തെളിവാക്കിയിട്ടുണ്ട്. ഈ സംഭവം നബിന്റെ കൂടെയുള്ള ആളുകൾ ചോദിച്ചത് ഞങ്ങൾക്കൊരു മരം കൊളത്തിയെടുക്കാൻ എന്ന് പറഞ്ഞാൽ അങ്ങനെ അത് ശിർക്കാണല്ലോ. ഈ ശിർക്കായ കാര്യം ചോദിച്ചത് കൊണ്ട് നബിന്റെ സഹാബത്ത് കുഫ്റാണ് ചെയ്തത്. പക്ഷേ അവരെ കാഫർ എന്ന് നബി വിളിച്ചോ? അവരോട് വീണ്ടും കെലിമ ചൊല്ലാൻ ആവശ്യപ്പെട്ടോ? ഇതൊക്കെ ചോദിക്കുന്ന ആള് നമ്മുടെ നാട്ടിൽ ചോദിച്ചതാണ്. ചോദിച്ചിട്ടില്ല, കാഫർ എന്ന് പറഞ്ഞില്ല. എന്തുകൊണ്ട്? കുഫർ ചെയ്തവൻ കാഫർ ആവൂല എന്നുള്ളത് കൊണ്ടല്ല, കുഫർ ചെയ്തവനെ മുസ്ലിം ആക്കണമെന്നത് കൊണ്ടല്ല. ഈ ഹദീസിന്റെ വാചകത്തിലും ഇബ്നു ബാസിന്റെ വിശദീകരണത്തിലും ഇവർ പുതിയ ആളുകളായിരുന്നു, ആഴത്തിൽ പഠിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ അറിവില്ലായ്മ കൊണ്ടാണ് അവർ ആ ചോദ്യം ചോദിച്ചത്. നബി തിരുത്തി. അപ്പോൾ തന്നെ അവർ തിരുത്തി, അതിൽ നിന്ന് പിന്മാറി. അപ്പോ മൂസാ നബിയുടെ ആളുകൾ ശിർക്കിൽ അകപ്പെടാത്തതുപോലെ ഈ സഹാബികളും ശിർക്കിൽ അകപ്പെട്ടിട്ടില്ല. അകപ്പെടാത്തതുകൊണ്ട് പിന്നെ അവിടെ ഒരു വിഷയം വരുന്നില്ല. എന്നാൽ സമർത്ഥിച്ചു കൊണ്ടുവരുന്നതോ അവർ ശിർക്കിൽ അകപ്പെട്ടു, എന്നിട്ടും മുശ്രിക്കുന്നവരെ കുറിച്ച് പറഞ്ഞില്ല. അപ്പൊ അതല്ല ശരി. ഷെയ്ഖ് മുഹമ്മദ് ബിൻ സാലിഹ് അൽ ഉസൈമിന്റെ നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്ന പുസ്തകത്തിന്റെ ഷർഹുണ്ട്. ആ ഷർഹിന്റെ 46-ാമത്തെ പേജ് വരാൻ ഒറ്റ വരിയുള്ളൂ. ഫബയ്യന ലഹും, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവർക്ക് വിശദീകരിച്ചു കൊടുത്തു. അന്ന സുആലഹും, മൂസാ നബിയുടെ അനുയായികളുടെ ചോദ്യം, ഐ യജഅല ലഹും ആലിഹത്തൻ, മൂസാ നബി അവർക്ക് ആലിഹത്തിനെ ഉണ്ടാക്കി കൊടുക്കണം എന്ന ചോദ്യം മൂസാ നബിയുടെ അനുയായികൾക്ക് മൂസാ നബി വിശദീകരിച്ചു കൊടുത്തു. കമാ കാന ഹഉലാഇ ലഹും ആലിഹ, ഇവർക്ക് കുറെ ആലിഹത്തുള്ളത് പോലെ ഞങ്ങൾക്ക് ആലിഹത്തുണ്ടാക്കി തരണം എന്ന് പറഞ്ഞത് മിനൽ ജഹ്ലി. ഇത് തെറ്റാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ചെയ്തതല്ല, അറിവില്ലായ്മ കൊണ്ട് ചോദിച്ചതാണ്. അപ്പൊ 4 പണ്ഡിതന്മാരുടെ വാചകങ്ങൾ ഞാനിവിടെ വായിച്ചു. അതിൽ ഈ പറഞ്ഞ 3 ആളുകൾ ഇബ്നു ബാസ്,
ഇബ്നുൽ ഉസൈമീൻ, അബ്ദുൽ അസീസ് അറാജിഹി, ഈ മൂന്നാളുകൾ വ്യക്തമായും അതുപോലെ തന്നെ സാലിഹ് അൽ ഫൗസാന്റെ വാചകത്തിലും ഈ കാര്യം മനസ്സിലാക്കാം. ഇത്തരം ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന നിരുപാധികമായി ശിർക്കിന്റെ വാക്കും കുഫറും പറഞ്ഞവൻ കാഫറാവുകയില്ല എന്ന വാദം ശരിയല്ല എന്ന് മാത്രമല്ല, പഠിക്കാനും അന്വേഷിക്കാനും സൗകര്യമുണ്ടാവുകയും സമയമുണ്ടാവുകയും എന്നിട്ട് പഠിക്കാതിരുന്നവനും ഉതിർ കൊടുക്കാൻ പറ്റുകയില്ല. ഈ രണ്ട് സംഭവങ്ങളും മൂസാ നബിയുടെ അനുയായികളുടെ ചോദ്യവും നബിയോട് നബിന്റെ സഹാബത്ത് ചോദിച്ച ചോദ്യവും ഇവരുടെ വാദത്തിന് തെളിവല്ല. മറിച്ച് അറിയാത്ത ഒരാളിൽ അത്തരം കാര്യങ്ങൾ സംഭവിച്ചാൽ അയാളെ കാഫറാണെന്ന് പറയാൻ പറ്റൂല. അറിഞ്ഞു കഴിഞ്ഞിട്ടാണ് അയാളത് അംഗീകരിക്കാതെ, കിട്ടിയ വിവരം അംഗീകരിക്കാതെയാണ് ഈ വാക്ക് പറയുകയോ പ്രവർത്തിക്കുകയോ ചെയ്യുന്നതെങ്കിൽ അയാൾ കാഫറായി. ഇനി ഷെയ്ഖിന്റെ വാചകം, വഅലം അന്നല്ലാഹ സുബ്ഹാനഹു മിൻ ഹിക്മതിഹി ലം യബ്അത് നബിയ്യൻ ബിഹാദ തൗഹീദ് ഇല്ലാ ജഅല ലഹു അഅദാഅൻ കമാ ഖാല തആല. വായനക്കാര അല്ലെങ്കിൽ ശ്രോതാവെ, നീ മനസ്സിലാക്കണം. എന്താ മനസ്സിലാക്കേണ്ടത്? അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചിട്ടുള്ള അവന്റെ ചില ഹിക്മത്തിൽപ്പെട്ടതാണ് അല്ലാഹു ഈ തൗഹീദുമായി ഒരു നബിയെയും അയച്ചിട്ടില്ല. എങ്ങനെ? ഇല്ലാ ജഅല ലഹു അഅദാ, ശത്രുക്കളെ അല്ലാഹു തന്നെ നിശ്ചയിക്കാതെ. തൗഹീദ് പറയാൻ ഏതൊക്കെ നബിയെ അല്ലാഹു അയച്ചിട്ടുണ്ടോ ആ നബിമാർക്കെല്ലാം അല്ലാഹു ശത്രുക്കളെയും നിശ്ചയിച്ചിട്ടുണ്ട്. എന്നൊരു തെളിവ് പറയാൻ സൂറത്തുൽ അൻആമിലെ 112 വകദാലിക ജഅൽനാ ലികുല്ലി നബിയ്യിൻ അദുവൻ ശയാത്തീനൽ ഇൻസി വൽ ജിന്നി, മനുഷ്യരിലും ജിന്നുകളിലും പെട്ട ശൈത്താന്മാരെ ശത്രുക്കളായി എല്ലാ നബിമാർക്കും അപ്രകാരം നാം നിശ്ചയിച്ചിട്ടുണ്ട്. അപ്പൊ ഒരു നബി ഒഴിവല്ല, ലികുല്ലി നബിയ്യിൻ, എല്ലാ നബിമാർക്കും ശത്രുക്കളെ. ആരാ ശത്രു? ശൈത്താന്മാർ. ഏതാ ശൈത്താൻ? മനുഷ്യരിലും ജിന്നുകളിലും പെട്ട. അപ്പൊ മനുഷ്യന്മാരിലും ശൈത്താനുണ്ട്, ജിന്നുകളിലും ശൈത്താനുണ്ട്. ഇങ്ങനെ ജിന്നിൽപ്പെട്ട ദുഷ്ടവിഭാഗമാണ് ശൈത്താൻ എന്ന് പറയുന്നത്. അതേ പണിയെടുക്കുന്ന മനുഷ്യനെ സംബന്ധിച്ചും എന്ത് പറയാം? ശൈത്താൻ എന്ന് പറയാം. അള്ളാഹു തന്നെ പറഞ്ഞതാണ്, യൂഹി ബഅദുഹും ഇലാ ബഅദിൻ, ഇവർ പരസ്പരം സ്വകാര്യ സന്ദേശങ്ങൾ കൈമാറുന്നു. ആര്? ജിന്നുകളിൽപ്പെട്ട ശൈത്താന്മാര് മനുഷ്യരിൽപ്പെട്ട ശൈത്താന്മാർക്കും, ശൈത്താന്റെ കൂടെയുള്ള ആളുകൾക്കും, മനുഷ്യപിശാചുക്കൾ പരസ്പരവും എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ സന്ദേശങ്ങൾ കൈമാറുന്നു. എന്താ സന്ദേശം? സുഖ്റുഫൽ ഖൗലി ഗുറൂറൻ, വഞ്ചനാപരമായ മൂടിവെച്ച വാക്ക്. കേട്ടാൽ നല്ല മധുരം തോന്നും, ഹൃദ്യമായി തോന്നും, ആകർഷകമായ ശൈലിയായിരിക്കും. പക്ഷെ പറയുന്നത് സത്യമാണെന്ന് തോന്നും. അതിന്റെ പിന്നിൽ ഒരു ചതിയുണ്ടാകും. അതാണ് സുഖ്റുഫൽ ഖൗലി ഗുറൂറൻ, വഞ്ചനാപരമായി കൊണ്ട് വാക്കിലെ ചില മൂടിവെച്ച വാക്കുകൾ. എന്നാൽ വലൗ ശാഅ റബ്ബുക മാ ഫഅലു, അല്ലാഹു ഉദ്ദേശിച്ചിരുന്നെങ്കിൽ ഈ ആളുകൾ ഇങ്ങനെ ചെയ്യുമായിരുന്നില്ല എന്ന് പറഞ്ഞാൽ ഈ ശൈത്താന്മാരും മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ ജിന്നുകളിൽപ്പെട്ട ശൈത്താന്മാർ ഇസ്ലാമിലും തൗഹീദിലും ശത്രുത കാണിക്കേണ്ടതില്ല എന്ന് അള്ളാഹു നിശ്ചയിച്ചിരുന്നെങ്കിൽ അങ്ങനെ ചെയ്യുമായിരുന്നില്ല. കാരണം എന്താ? അള്ളാഹു എല്ലാവരെയും വലിച്ചു കൊണ്ടുവരുന്നില്ല, കാണിച്ചു കൊടുത്തു. ഈ വഴിയുണ്ട്, ആ വഴിയുണ്ട്, ഹക്കിന്റെ വഴി, ബാത്തിലിന്റെ വഴി, സ്വർഗത്തിന്റെ വഴി, നരകത്തിന്റെ വഴി, എല്ലാരെയും കൂടി അള്ളാഹു ഹിദായത്തിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ പിന്നെ എന്തിനാ പ്രവാചകന്മാർ ആവശ്യമുണ്ടോ? നേരത്തെ അള്ളാഹു അങ്ങനെ ആക്കിയാ പോലെ. അതാണ് അള്ളാഹു ഉദ്ദേശിച്ചിരുന്നെങ്കിൽ അവൻ അങ്ങനെ ചെയ്യുമായിരുന്നില്ല എന്ന് പറഞ്ഞാൽ ഈ മനുഷ്യ ജിന്ന് പിശാചുക്കൾ ഇസ്ലാമിനോട് ശത്രുത കാണിക്കേണ്ടതില്ല എന്നുള്ള ഉദ്ദേശിച്ചിട്ടില്ല. മറിച്ച് ഉണ്ടാകാനാണ്, ആ ശത്രുത കാണിക്കാനാണ് അള്ളാഹു അത്തരം ചില പിശാചുക്കൾ ഏർപ്പെടുത്തിയത്. ഈ ശത്രുത കാണിക്കുന്ന മനുഷ്യ പിശാചുക്കളെ നീ വിട്ടേക്കുക. വമായഫ്തറൂൻ, അവരെന്താണോ കെട്ടിച്ചമച്ചുണ്ടാക്കി പറയുന്നത് അതിനെയും നീ വിട്ടേക്കുക. അവരെയും അവർ കെട്ടിച്ചമച്ചതിനെയും വിട്ടേക്കുക. നീ അതിന്റെ പിന്നാലെ പോകേണ്ടതില്ല. തുടർന്ന് അദ്ദേഹം പറയുന്നു, ഈ ശത്രുക്കൾ ഇത് തൗഹീദിനെ പഠിപ്പിക്കാൻ വന്ന പ്രവാചകന്മാർക്ക് അള്ളാഹു നിശ്ചയിച്ച ശത്രുക്കൾ ചിലപ്പോൾ അവർക്ക് എന്തുണ്ടാകും? ഉലൂമുൻ കതീറ വഹുജജ്, അവരുടെ പക്കൽ ചില തെളിവുകൾ ഉണ്ടാവും. തെളിവുകളും ധാരാളം വിവരങ്ങളും ഈ തൗഹീദിന്റെ ശത്രുക്കളുടെ അടുക്കൽ ഉണ്ടാകും. ഇതും ഷെയ്ഖ് മുഹമ്മദുൽ വഹാബ് അദ്ദേഹത്തിന്റെ വകയായി പറഞ്ഞതല്ല. കമാ ഖാല തആല, അല്ലാഹു തആല പറഞ്ഞതുപോലെ, ഫലമ്മാ ജാഅത്തുഹും റുസുലുഹും ബിൽ ബയ്യിനാത്ത് പ്രവാചകന്മാർ ഈ ആളുകളുടെ അടുക്കലേക്ക് ദൃഷ്ടാന്തങ്ങളുമായി വന്നപ്പോൾ, അതായത് ഓരോ കാലഘട്ടത്തിലുമുള്ള നബിമാർ അള്ളാഹു നൽകിയ തെളിവുകളും മുഅ്ജിസാത്തുകളും ഒക്കെയായി സമൂഹത്തിനടുക്കലേക്ക് ചെന്നപ്പോൾ ഫരിഹൂ ബിമാ ഇൻദഹും മിനൽ ഇൽമി, പ്രവാചകന്മാർ പറഞ്ഞു കൊടുക്കുന്നത് അംഗീകരിക്കാതെ ഇതെന്ത് ഇൽമ, ഇയാൾ പറഞ്ഞ എന്തിനാ കേൾക്കുന്നത്, നമ്മളടുത്ത് തന്നെ കുറെ ഇൽമുണ്ടല്ലോ എന്ന നിലക്ക് ഫരിഹൂ, ഇസ്ലാമിന്റെ എതിരാളികളായ ആളുകൾ സന്തോഷിച്ചു.
ബിമാ ഇൻദഹും മിനൽ ഇൽമി, അവരുടെ പക്കലുള്ള അറിവിൽപ്പെട്ട ചില കാര്യങ്ങൾ കൊണ്ട്. അപ്പൊ ഈ വാചകത്തിൽ നിന്ന് അള്ളാന്റെ പ്രസ്താവനയാണ്. ഈ പ്രസ്താവന നിന്ന് കിട്ടും ഇസ്ലാമിന്റെ എതിരാളികളായ ആളുകളിൽ തന്നെ ചില അറിവുണ്ടായിരുന്നു. എന്താന്നുള്ള നമുക്ക് പിന്നെ വിശദീകരിക്കാം. ആ അറിവ് കൊണ്ട് അവർ സന്തോഷിച്ചു, പ്രവാചകന്മാർക്ക് കിട്ടിയ അറിവ് കൊണ്ടല്ല. വഹാഖ ബിഹിം മാ കാനൂ ബിഹി യസ്തഹ്സിയൂൻ, ഏതൊരു കാര്യം കൊണ്ടാണോ പ്രവാചകന്മാരെ അവർ പരിഹസിക്കാറുണ്ടായിരുന്നത് അക്കാര്യം അവർക്കു തന്നെ വന്നു ചേർന്നു. എന്ന് പറഞ്ഞാൽ വാളെടുത്തവൻ വാളാൽ എന്ന് പറഞ്ഞതുപോലെ പരിഹസിച്ച കാര്യം അവരിൽ തന്നെ അനുഭവപ്പെട്ടു എന്ന് അള്ളാഹു തആല പറഞ്ഞതിൽ നിന്ന് അള്ളാഹു നിശ്ചയിച്ച മനുഷ്യ ജിന്ന് വർഗത്തിൽപ്പെട്ട പിശാചുക്കൾക്ക് ചില വിവരങ്ങളും ചില തെളിവുകളുമൊക്കെ അവരെ ഉണ്ടാകും. അങ്ങനെയുള്ള ശത്രുക്കളെ അള്ളാഹു നിശ്ചയിച്ചത് ചില ഹിക്മത്തിന് വേണ്ടിയാണ്. അപ്പൊ എന്തിനാ നബിനെ മാത്രം അങ്ങോട്ട് അയച്ച് എന്നിട്ട് ദീൻ പഠിപ്പിച്ചിരും. ശൈത്താൻ ഇവിടെ എല്ലാം വിചാരിക്കുക എന്താവും, എല്ലാ ആളുകളും ഇസ്ലാം അംഗീകരിക്കും. കാരണം എന്താ, ശൈത്താന്റെ ദുർബോധനം, പിടിച്ചുവലി, കൊണ്ടുപോകൽ, വലിച്ചേക്കൽ എങ്ങോട്ട് അസത്യത്തിലേക്ക്, അതൊന്നും ഇവിടെ ഉണ്ടാവില്ല. ആ ശൈത്താൻ ഇല്ലാതാവുമ്പോ ശൈത്താന്റെ പണിയെടുക്കുന്ന മനുഷ്യന്മാരുണ്ടാവില്ല, അല്ലെങ്കിൽ അതിന് കുറവുണ്ടാവും. ശൈത്താന്റെ ദുർബോധനം സ്വീകരിക്കുന്നത് കൊണ്ടാണ് മനുഷ്യനിൽ മനുഷ്യപിശാചുക്കൾ ഉണ്ടാകുന്നത്. അപ്പൊ എന്തുകൊണ്ട് അള്ളാഹു അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാക്കിയില്ല? എന്തുകൊണ്ട് നബിമാർക്ക് അള്ളാഹു ശത്രുക്കളെ നിശ്ചയിച്ചു? അത് ചില ഹിക്മത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ഇതാണ് ഈ പറഞ്ഞതിന്റെ ചുരുക്കം. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യങ്ങൾ, ഒന്ന്, ഇസ്ലാമിന്റെ ഇവിടെ രണ്ട് സ്ഥലത്ത് ഷെയ്ഖ് ഈ വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. ഒന്ന്, നബിമാർക്ക് ശത്രുക്കൾ നിശ്ചയിച്ചു. പിന്നെ രണ്ടാമത് വിശദീകരിച്ചെടുത്തോ യകൂനുലി അഅദാഇ തൗഹീദി, തൗഹീദിന്റെ ശത്രുക്കൾക്കുണ്ടാകും. അപ്പൊ എന്താ ഇസ്ലാമിന്റെ ശത്രുക്കൾ എന്ന് പറയാതെ തൗഹീദിന്റെ ശത്രുക്കൾ എന്ന് പറഞ്ഞത്? തൗഹീദ് എന്നതാണ് ഇസ്ലാം. അപ്പൊ ആ തൗഹീദിന്റെ ഗൗരവം ബോധ്യപ്പെടുത്താനാണ് ഇസ്ലാമിന്റെ ശത്രുക്കൾ എന്ന് പറയാതെ തൗഹീദിന് ശത്രുക്കൾ എന്ന് ഷെയ്ഖ് പറഞ്ഞത്. ഇനി ആ ശത്രുക്കൾ രണ്ടു തരത്തിലുണ്ടാകും. ഒന്ന്, ഒരു വിജ്ഞാനവുമില്ലാതെ അവരുടെ പണ്ഡിതന്മാർ എന്തു പറഞ്ഞു കൊടുക്കുന്നുവോ അത് ആലോചിക്കാതെ അങ്ങനെ തന്നെ സത്യവിരുദ്ധമായ കാര്യങ്ങൾ പിൻപറ്റുന്ന അന്ധമായ തഖ്ലീദുള്ള ഒരു കൂട്ടം. ഓല അതിനപ്പുറപ്പുറൊന്നും കേൾക്കൂല, അന്വേഷിക്കൂല, പഠിക്കാൻ തയ്യാറല്ല. ഞങ്ങളെ മൗലിയാര് പറഞ്ഞതേ അല്ലെങ്കിൽ ഞങ്ങളെ മൗലവി പറഞ്ഞതേ കേൾക്കുള്ളൂ, ഞങ്ങളെ ഷെയ്ഖ് പറഞ്ഞതേ കേൾക്കുള്ളൂ, ഞങ്ങളെ സയ്യിദ് പറഞ്ഞതേ കേൾക്കുള്ളൂ എന്ന് വിചാരിക്കുന്ന ആളുകൾ. മറ്റൊരു കൂട്ടർ അവരുടെ പക്കൽ ചില വിജ്ഞാനങ്ങൾ ഉണ്ടാവും, അറിവുണ്ടാവും. പക്ഷെ ആ അറിവ് അവർ ഹക്കിനെ സ്ഥാപിക്കാനല്ല, മറിച്ച് ഹക്കിനെ പൊളിക്കാനും അസത്യത്തെ സമർത്ഥിക്കാനും വേണ്ടി ഉപയോഗപ്പെടുത്തുന്ന ചില മനുഷ്യന്മാരുണ്ടാവും. കിതാബ് ഓതിയവർ, ഹദീസ് പഠിച്ചവർ, കിതാബ് എഴുതിയവർ, ദർസ് പഠിപ്പിക്കുന്നവർ, ഇങ്ങനെയുള്ള വയന്ന് പറയുന്നവർ, ഇവരെന്താ, ഓൽക്ക് വിവരമുണ്ട്. അപ്പൊ അവര് വിവരമുള്ളവരാണ്, ആയത്തല്ലേ ഓതുന്നത്, ഹദീസല്ലേ ഓതുന്നത്, കിതാബല്ലേ ഉദ്ധരിക്കുന്നത് എന്നുള്ള നിലക്ക് കേൾക്കുന്നവർ വഞ്ചിതരാണ്. അപ്പൊ ആ ഇൽമിനെ മറയാക്കി എന്ത് ചെയ്യുന്നു, ഹക്കിനെ തകർത്ത് ബാത്തിലിലേക്ക് ജനങ്ങളെ കൊണ്ടുപോകുന്നു. ഇങ്ങനെ രണ്ടു തരം ശത്രുക്കൾ എക്കാലത്തും ഉണ്ട്, ഉണ്ടായിട്ടുണ്ട്, ഇനിയും ഉണ്ടാവുകയും ചെയ്യും എന്നതാണ്. അതുകൊണ്ടാണ് തൗഹീദിന് ശത്രുക്കൾ എന്ന് അദ്ദേഹം പറഞ്ഞത്. എന്തുകൊണ്ടാണ് തൗഹീദ്, ഇസ്ലാമിന്റെ ഖാദൽ അടിസ്ഥാനം എന്ന് പറയുന്നത് തൗഹീദാണ്. തൗഹീദിനോട് ഒരുത്തൻ ശത്രുത കാണിച്ചാൽ അതിന്റെ അർത്ഥം എന്താ, അവൻ ഇസ്ലാമിനോട് ശത്രുത കാണിച്ചിരിക്കുന്നു എന്നാണ്. രണ്ടാമത്തെ വിഷയം, ഇവിടെ ഇസ്ലാമിന്റെ ശത്രുക്കൾ ശൈത്താനും പെട്ടു, മനുഷ്യന്മാരിലെ ശൈത്താനും പെട്ടു. ഇവർക്ക് ഇൽമുണ്ട് എന്നാണ്, കുറച്ചല്ല, കസീറ, ധാരാളം ഇൽമുണ്ട്, തെളിവുകളുമുണ്ട്. ഇതിപ്പോ ശൈത്താനെ സംബന്ധിച്ചിടത്തോളം ഇൽമുണ്ട് എന്നതിൽ തർക്കല്ല. കാരണം എന്താ, ഒരുപാട് കാര്യങ്ങൾ പഠിച്ചവനാണ് ശൈത്താൻ. അത് എങ്ങനെയൊക്കെ നടപ്പിലാക്കണമെന്ന് ശൈത്താൻ അറിയാം. ശൈത്താനും ആളുകളെ ചില കാര്യങ്ങൾ പറഞ്ഞ് ചില വിവരങ്ങൾ ധരിപ്പിച്ച് തെറ്റിദ്ധരിപ്പിച്ച് ആണ് പിഴവിലേക്ക് കൊണ്ടുപോകുന്നത്. അപ്പോ ശൈത്താന്റെ അടുക്കൽ ചില ന്യായീകരണങ്ങളുണ്ട്, തെളിവുകളുണ്ട്. മനുഷ്യന്മാരെ കൂട്ടത്തിൽപ്പെട്ട പിശാചുക്കളുടെ അടുക്കലും ചില വിവരങ്ങളും ചില തെളിവുകളുമുണ്ട്. പക്ഷേ ഈ തെളിവ് അല്ലെങ്കിൽ വിവരം എന്ന് പറഞ്ഞാൽ അത് യഥാർത്ഥ അറിവാണോ, യഥാർത്ഥ തെളിവാണോ? അല്ല. കാരണം എന്താ, അള്ളാഹുവിന്റെയും പ്രവാചകന്റെയും പ്രവാചകന്റെ കൽപ്പനകളും അധ്യാപനങ്ങളും സ്വീകരിക്കുന്നവരുടെ അടുക്കലും മാത്രമേ ശരിയായ ഇൽമും തെളിവുമുള്ളൂ. കാരണം ഇൽമ്, തെളിവ് എന്ന് പറഞ്ഞാൽ ഖുർആനും സുന്നത്തുമാണ്. അപ്പൊ ശൈത്താൻ അടുക്കൽ ഖുർആനും സുന്നത്തുണ്ടോ? ഇല്ല. ഇസ്ലാമിന്റെ എതിരാളികൾ ഖുർആൻ ഓതുന്നുണ്ടാകാം, ഹദീസ് ഓതുന്നുണ്ടാകാം, പക്ഷെ അതിൽ നിന്ന് യഥാർത്ഥ ഇൽമ് അവർ നേടിയിട്ടുണ്ടോ, അല്ലെങ്കിൽ നേടിയ അറിവാണോ അവർ പറഞ്ഞു
പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ല. അതുകൊണ്ട് തന്നെ ഇവിടെ ആയത്തിൽ പറഞ്ഞിട്ടുള്ള ഫരിഹു ബിമാ ഇൻദഹും മിനൽ ഇൽമി, ഇസ്ലാമിന്റെ ശത്രുക്കളായ പിശാചുക്കളുടെ അടുക്കൽ ഉള്ള അറിവ് കൊണ്ട് അവർ സന്തോഷിച്ചു എന്ന് പറഞ്ഞാൽ ആ അറിവ് ഏതാണ്? ഖുർആനുമല്ല സുന്നത്തുമല്ല. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ല അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ ഇതിനെ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞത് കാണാം. ആ ഇൽമ് എന്ന് പറയുന്നത്, അവരുടെ പക്കലുള്ള ഇൽമ് എന്ന് പറയുന്നത് എന്തല്ല? ഹക്കിനെ പ്രതിരോധിക്കുന്നതല്ല, അസത്യത്തെ തകർക്കുന്നതുമല്ല, മറിച്ച് ഹക്കിനെ തകർക്കുകയും അസത്യത്തെ സ്ഥാപിക്കുകയും ചെയ്യുന്നതാകുന്നു. അപ്പൊ പിന്നെ എന്തിനാ അതിനെക്കുറിച്ച് തെളിവ് എന്ന് പറഞ്ഞത്? അത് അവർക്ക് തെളിവാണ്, അവരുടെ അറിവാണ്, നമുക്കുള്ള അറിവല്ല, മുസ്ലിങ്ങൾക്കുള്ള തെളിവല്ല, മുസ്ലിങ്ങളുടെ അറിവുമല്ല. അവരുടെ വാദമനുസരിച്ച് അവരുടെ തെളിവാണ്, അവർ മനസ്സിലാക്കി വെച്ച തെളിവുകളാണ്. ആ തെളിവ് ഹക്കിനുള്ളതല്ല, ഹക്കിനെ പൊളിക്കാനുള്ളതാണ്. ആ അർത്ഥത്തിലാണ് ഇതിനെ മനസ്സിലാക്കേണ്ടത്. അതുപോലെ തന്നെ ഇമാം മുജാഹിദ് റഹിമഹുല്ല പറഞ്ഞു, ഒരു ഹദീസ്, ഒരു തഫ്സീറിൽ പറഞ്ഞിട്ടുള്ള അബൂ ഹാത്തിമിന്റെ ഒരു വാചകം ഉദ്ധരിച്ചുകൊണ്ട്, ലൈസ ഇൻദൽ മുശ്രിക്കീന ഇല്ലാ ശുബുഹാത്തുൻ വജഹാലാത്ത്, മുശ്രിക്കുകളുടെ അടുക്കൽ ചില സംശയങ്ങളും വിവരക്കേടുകളുമല്ലാതെ മറ്റൊന്നുമില്ല എന്ന് പറഞ്ഞാൽ അവരുടെ അടുക്കൽ യഥാർത്ഥ ഇൽമില്ല, യഥാർത്ഥ തെളിവില്ല. അപ്പോ തെളിവ് അല്ലെങ്കിൽ ഇൽമ് എന്ന് അവരിലേക്ക് അവരുടെ പക്കലുള്ളത് എന്ന് പറഞ്ഞത് അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ വാദം സമർത്ഥിക്കാൻ വേണ്ടി ഉന്നയിക്കുന്ന തെളിവുകളും അവർ വിവരമാണെന്ന് വിചാരിക്കുന്ന കാര്യങ്ങളും ആയതുകൊണ്ട് മാത്രമാണ് എന്ന് മനസ്സിലാക്കണം. അതല്ലാതെ അവർ ഉന്നയിക്കുന്നത് യഥാർത്ഥ തെളിവോ യഥാർത്ഥ ഇൽമോ അല്ല. അപ്പൊ ഷെയ്ഖ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത് എന്താ? അവരുടെ പക്കൽ ഇൽമുണ്ട്, ഹുജജുണ്ട് എന്ന് പറഞ്ഞത് തൗഹീദിന്റെ എതിരാളികളായ ആളുകളുടെ അടുക്കൽ അവരുടെ വാദം സമർത്ഥിക്കാനുള്ള ചില വിവരവും തെളിവുകൾ ഉണ്ടാവും. അപ്പൊ തൗഹീദിന്റെ അനുയായികൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ ആരോടാണോ ദഅവത്ത് നടത്തുന്നത്, ആരോടാണോ തൗഹീദ് പറയുന്നത്, ആരോടാണോ ശിർക്കിനെ എതിർത്തുകൊണ്ട് ശിർക്കിനെ ബോധ്യപ്പെടുത്തുന്നത്, ആ ആളുകളുടെ ന്യായങ്ങൾക്ക് മറുപടി പറയാനുള്ള ഇൽമ് നിങ്ങൾക്കുണ്ടാകണം. ആർക്ക്? തൗഹീദിന്റെ അനുയായികൾക്ക്. തൗഹീദിന്റെ അനുയായികളാണ് ഇത് പറയുന്നത്. അപ്പൊ തൗഹീദിന്റെ അനുയായി വെറും ഒരു തൗഹീദ് ഉണ്ട് എന്ന് പറയുന്നവനായാൽ പോരാ, മറിച്ച് അവരുടെ ശുബ്ഹത്തുകൾക്ക് ഗണ്ണിക്കാൻ സാധിക്കുന്നവനായിരിക്കണം. എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അത് സാധിച്ചോളന്നില്ല, എല്ലാവരും അവരുടെ വാദം പഠിക്കേണ്ടതുമില്ല. അത് അഹ്ലുസുന്നത്തിന്റെ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ ചില മുജാഹിദീങ്ങൾ പറയും, ഖുർആനിൽ ആയത്തൂതിയിട്ട് അല്ലദീന യസ്തമിഊനൽ ഖൗല, എല്ലാം കേൾക്കുന്നവരാകുന്നു. അപ്പൊ മുജാഹിദീങ്ങൾ എല്ലാ വയലും കേൾക്കണം, നിരീശ്വരവാദിന്റെ കേൾക്കണം, ഖുറാഫിന്റെ കേൾക്കണം, തബ്ലീഗാന്റെ കേൾക്കണം, ഇഖ്വാനിന്റെ കേൾക്കണം, അഖ്ലാനിന്റെ കേൾക്കണം, എല്ലാം കേട്ടിട്ട് ശരി ഏതാണെന്ന് പിൻപറ്റണം. ഇതാണ് ഈ ആയത്തോതിയിട്ട് വിശദീകരിക്കാറുള്ളത്. പണ്ഡിതന്മാർ വിശദീകരിച്ചത് അങ്ങനെയല്ല. എല്ലാം കേൾക്കേണ്ടവനല്ല മുസ്ലിം. മുസ്ലിം കേൾക്കുകയും പഠിക്കുകയും ചെയ്യേണ്ടത് ഇൽമുൻ നാഫിഅൻ. അതേതാ? ഖുർആനും സുന്നത്തും സഹാബത്തിന്റെ വാക്കും. അതാണ് ഇൽമുൻ നാഫിഅ, ഉപകാരപ്പെടുന്ന അറിവ്. അതാണ് പഠിക്കേണ്ടത്. എന്നാൽ ഈ പറയുന്ന എതിരാളികളുടെ സംശയങ്ങൾ പഠിക്കേണ്ടത് ആരാണ്? കൂടുതൽ വിവരമുള്ള, മറുപടി പറയാൻ കഴിയുന്ന പണ്ഡിതന്മാരും എഴുത്തുകാരും ഖണ്ഡിക്കാനും ഒക്കെ കഴിയുന്ന ആളുകൾ അത് പഠിക്കണം. അല്ലാത്തവർ പഠിക്കരുത് എന്ന് തന്നെ അഹ്ലുസുന്നത്തെ പണ്ഡിതന്മാർ പറഞ്ഞേക്കാണ്. കാരണം എന്താ? നമ്മളിപ്പോ എല്ലാ സോഷ്യൽ മീഡിയ കാണുന്ന എല്ലാ ചപ്പും ചവറും കേട്ട് എല്ലാം കേൾക്കും. അങ്ങനെ കേട്ടാൽ ഉണ്ടാകുന്നത് എന്താ? അതിന്റെ മറുപടി അറിയാത്തവനാണെങ്കിൽ, അല്ലെങ്കിൽ ഉറച്ച അറിവോ ഉറച്ച വിശ്വാസമോ ഇല്ലാത്തവനാണെങ്കിൽ അവന്റെ ഹൃദയത്തിലേക്ക് അവൻ ഉണ്ടാക്കിയ ശുബ്ഹത്ത് കടന്നു വരും. അപ്പൊ ആ ശുബ്ഹത്ത് ശരിയാണെന്ന് വിചാരിച്ച് അതിന്റെ പിന്നാലെ പോകും. അത് പാടില്ല. മൂന്നാമത്തേത്, ഇതിന് അള്ളാഹുവിന്റെ ചില ഹിക്മത്തിന്റെ അടിസ്ഥാനത്തിലാണ് അള്ളാഹു ഇങ്ങനെ ശത്രുക്കളെ നിശ്ചയിച്ചത് എന്നാണ് ഷെയ്ഖ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഈ ശത്രുക്കളെ, തൗഹീദിന്റെ ശത്രുക്കളെ അള്ളാഹു ഉണ്ടാക്കിയതിന്റെ പിന്നിൽ ചില ഹിക്മത്തുകളുണ്ട്, അതിന് ചില മതപരമായ ഫലങ്ങളുണ്ട് എന്ന് പറഞ്ഞാൽ, ഇത് ഖുർആൻ തന്നെ സൂചിപ്പിച്ചതുപോലെ അള്ളാഹുവിന്റെ എല്ലാ പ്രവാചകന്മാർക്കും അള്ളാഹു ശത്രുക്കളെ നിശ്ചയിച്ചിട്ടുണ്ട്. അപ്പൊ എന്താ? എന്ന് മുതൽ ആദം നബി മുതൽ ഇങ്ങോട്ട് പ്രവാചകത്വം അവസാനിക്കുന്നത് വരെ മാത്രല്ല, ഇനി ഭൂമുഖത്ത് ഈ തൗഹീദിന്റെ ആളുകൾ എത്ര കാലം നിലനിൽക്കുമോ അത്രയും കാലം അതിന്റെ എതിരാളികളായ ശത്രുക്കളായ ആളുകൾ മനുഷ്യരിലും പിശാചുക്കളിലും ഉണ്ടാകും. അതിന്റെ ഫലം എന്താ? ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ അദ്ദേഹത്തിന്റെ മജ്മുഉൽ ഫത്താവയിൽ പറഞ്ഞത് കാണാം. ചില അസറുകളുണ്ട്. ഒന്ന്, ഇങ്ങനെയുള്ള ആളുകൾ പ്രത്യക്ഷപ്പെടുമ്പോൾ, അതായത് തൗഹീദിന്റെ എതിരാളികൾ വെളിപ്പെടുമ്പോൾ ഹക്കിന്റെ വ്യക്തതയും അതുപോലെ തന്നെ അതിന്റെ കൃത്യതയും
ഒക്കെ ഒന്നുകൂടി വെളിപ്പെടുന്നു. അതെന്താ? അറിയാത്ത ആളുകൾക്ക് പഠിക്കാൻ അവസരമാകുന്നു. പിന്നെ ബാത്തിലിന്റെ ആളുകളുടെ സ്ഥിതി എന്താണ്, അവരുടെ സംശയങ്ങൾ എന്താണ് എന്ന കാര്യം മനസ്സിലാക്കുമ്പോൾ ഹക്കിന്റെ വെളിച്ചവും വ്യക്തതയും ഒന്നുകൂടി സുവ്യക്തമാണ്. അപ്പൊ നമുക്ക് അന്വേഷണം അറിയാം, അല്ലെങ്കിൽ നമ്മുടെ അനുഭവത്തിൽ അറിയാം. ഈ അടുത്ത കാലത്ത്, പണ്ടത് പോട്ടെ, ഇപ്പൊ അടുത്ത കാലത്ത് തന്നെ ഓരോ സന്ദർഭങ്ങളിലായി ഇസ്ലാമിനെതിരെ ചില ആരോപണങ്ങൾ, വിമർശനങ്ങൾ ഇസ്ലാമിനെതിരാളികളും ശിർക്കിന്റെ ആളുകളും യുക്തിവാദികളും ഒക്കെ അവതരിപ്പിക്കാറുണ്ട്. ഇത്തരം വിവാദങ്ങൾ ഉണ്ടാകുമ്പോൾ അത് യഥാർത്ഥത്തിൽ വിശ്വാസികളായ ആളുകളെ സംബന്ധിച്ചിടത്തോളം നേട്ടമാണ്. എന്താ നേട്ടം? ഹക്ക് ഒന്നുകൂടി തെളിയുന്നു, സംശയം നീങ്ങുന്നു. അപ്പോ ഈമാനുള്ളവന്റെ ഈമാൻ വർദ്ധിക്കുകയാണ്. അല്ലാതെ അതുകൊണ്ട് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം കോട്ടം വരുന്നില്ല. ഈ മറുപടി മനസ്സിലാക്കാൻ സാധിക്കുന്നു, വിമർശനങ്ങളുടെ ദുർബലതയും മനസ്സിലാക്കാൻ സാധിക്കും. രണ്ടാമത്തെ ഫായിദ, ഹക്കിനെ തകർക്കാൻ വേണ്ടി, ബാത്തിലിനെ പ്രതിരോധിക്കാൻ വേണ്ടി ഏതെങ്കിലും ഒരാൾ രംഗത്ത് വന്നാൽ ആ സമയത്ത് ഈ എതിരാളിയുടെ രംഗപ്രവേശം എന്ത് ചെയ്യുന്നു? ഹക്കിന്റെ ആളുകളെ ഉണർത്തുന്നു. ഇതിങ്ങനെ കേട്ടുന്ന പറ്റൂല, ഇതിന് മറുപടി പറയണം, അള്ളാഹുവിന്റെ ഹക്കിനെ, കലാമിനെ സഹായിക്കണം, അതിനെ പ്രതിരോധിക്കണം, ബാത്തിലിനെ മായ്ച്ചു കളയണം എന്ന് വിശ്വസിക്കുന്ന ആളുകൾ രംഗത്ത് വരികയും അപ്പോൾ പലർക്കും മനസ്സിലാകാത്ത പലവിധ തെളിവുകൾ രംഗത്ത് വരികയും, എന്നാൽ പുതിയ തെളിവല്ല, പണ്ടേ ആളുകൾ പറഞ്ഞതായിരിക്കും. അപ്പൊ ഈ വാദത്തിന് എന്താണ് മറുപടി? അപ്പൊ ആളുകൾ പരിശോധിക്കും, മറുപടി പറയുന്ന ആളുകൾ, അപ്പൊ പണ്ട് മുതലേ ആളുകൾ പറഞ്ഞിട്ടുള്ള, നമുക്ക് നമ്മുടെ അറിവിലേക്ക് വന്നിട്ടില്ലാത്ത ഒരുപാട് പുതിയ തെളിവുകൾ രംഗത്ത് വരികയും അല്ലെങ്കിൽ വർദ്ധിക്കുകയും അതുപോലെ തന്നെ ഈ പ്രശ്നങ്ങൾ, ഉയർത്തിക്കൊണ്ടുവന്ന പ്രശ്നങ്ങൾ നീങ്ങിപ്പോവുകയും ചെയ്യുന്നു. അപ്പൊ ഇതും എന്താണ്? വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ജിന്നുകളും മനുഷ്യരുമായ അതിൽപ്പെട്ട പിശാചുക്കളെ ശത്രുക്കളായി നിശ്ചയിച്ചു എന്നത് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ചില ഗുണഫലങ്ങൾ നൽകുന്ന കാര്യമാണ്. മറ്റൊരു കൂട്ടത്തിലോ അവരിലുണ്ടാവും ചിലപ്പോ ചിന്തിപ്പിക്കും അവരെ, എതിരാളികളെ, ഇപ്പറഞ്ഞതല്ലല്ലോ ശരി, ഇതിന് പറഞ്ഞ മറുപടിയാണല്ലോ ശരി, അപ്പൊ ഞാൻ വിശ്വസിക്കുന്നത് ബാത്തിലാണോ, എങ്കിൽ ഹക്കിലേക്ക് പോകേണ്ടവനല്ലേ എന്ന് വരും. ഇനി അതൊന്നും സ്വീകരിക്കാത്ത ആളുകളോ, അവർ ഈ തെളിവുകളൊക്കെ ലഭിച്ചിട്ടും ബാത്തിലിൽ തന്നെ നിൽക്കുന്നു. അപ്പൊ അവർ യഥാർത്ഥത്തിൽ ബാത്തിലിന്റെ ആളുകളാണ് എന്നത് ആ അവസ്ഥയോടുകൂടി അവർ മരിച്ചു പോകുന്നു. അതേ അവസ്ഥയിൽ വിശുദ്ധ ഖുർആനിൽ പറഞ്ഞു കാണാം, ജീവിക്കുന്നവൻ ഹക്കിന്റെ മേൽ ജീവിക്കാൻ വേണ്ടിയും തെളിവിന്റെ മേൽ ജീവിക്കാൻ വേണ്ടിയും, അങ്ങനെ മരിച്ചു പോകുന്നവൻ അവന്റേതായ തെളിവിൽ മരിക്കാൻ വേണ്ടിയും. അപ്പൊ എന്താ? രണ്ടു തെളിവായി. ഹക്കിന്റെ ആളുകൾക്ക് ഒന്നുകൂടി ബോധ്യപ്പെട്ടു, അത് വന്നു. മറ്റത് നേരെ വിപരീതം. നാലാമത്തെ കാര്യം, അതായത് ഈ പറഞ്ഞ ശത്രുക്കളെ നിശ്ചയിച്ചു എന്നതിൽ മനസ്സിലാക്കാവുന്ന നാലാമത്തെ കാര്യം, മുഹമ്മദ് നബിക്ക് മാത്രമല്ല ഈ ശത്രുക്കളെ അള്ളാഹു നിശ്ചയിച്ചത്, മുഹമ്മദിന്റെ അനുയായികൾക്കുമല്ല. ആയത്ത് തന്നെ വന്നു, എല്ലാ നബിമാർക്കും അള്ളാഹു നിശ്ചയിച്ചിട്ടുണ്ട്. ഇനി ഖുർആനിലെ വേറെ ആയത്തുകൾ, സൂറത്തുൽ അൻആം 34-ാമത്തെ ആയത്തിൽ, വലഖദ് കുദ്ദിബത് റുസുലും മിൻ ഖബ്ലിക്, മുഹമ്മദ് നബിയുടെ കാലഘട്ടത്തിൽ ആളുകൾ കളവാക്കി, കള്ളനാണ്, സാഹിറാണ്, കവിയാണ്, സീർ ബാധിച്ചവനാണ് എന്നൊക്കെ, ഭ്രാന്തനാണ് എന്നൊക്കെ പറഞ്ഞ് പരിഹസിക്കുകയും കളവാക്കുകയും ചെയ്തു. അപ്പൊ നബിയെ ആശ്വസിപ്പിച്ചുകൊണ്ട് അള്ളാഹു പറയാൻ, നിനക്ക് മുമ്പുള്ള ദൂതന്മാരൊക്കെയും കളവാക്കപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ഇത് എന്റെ പുതിയ അനുഭവമല്ല. അതുകൊണ്ട് ഈ കളവാക്കപ്പെടുമ്പോൾ നിനക്കുണ്ടാകേണ്ട പാടെന്താ? നേരത്തെ പറഞ്ഞ അസർ, ഹിക്മത്ത് എന്താണ്? അവർ ക്ഷമിച്ചു. എന്തിലാണോ അവർ പ്രവാചകന്മാർ കളവാക്കപ്പെട്ടത്, അവർ ക്ഷമകേട് കാണിച്ച് പോകല്ല ചെയ്തത്, മറിച്ച് അവർ കേട്ടതൊക്കെ ക്ഷമിച്ചു. അവർ പീഡിപ്പിക്കപ്പെട്ടിട്ടുമുണ്ട്. ഹത്താ അതാഹും നസ്റുനാ, നമ്മുടെ സഹായം അവർക്ക് വന്നെത്തുന്നത് വരെ. അപ്പൊ നീ കളവാക്കപ്പെടാം, അപ്പോൾ നീ ക്ഷമിക്കണം, നീ പീഡിപ്പിക്കപ്പെടാം, അപ്പോൾ നീക്ക് അള്ളാഹുവിന്റെ രക്ഷയുണ്ടാകും എന്ന സന്തോഷ വാർത്തയായിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു ഈ ആയത്തിറക്കി കൊടുക്കുകയാണ്. സൂറത്തുൽ ഫുസ്സിലത്തിലെ 43-ാമത്തെ വചനത്തിൽ കാണാം, നിനക്ക് മുമ്പുള്ള പ്രവാചകന്മാരോട് പറയപ്പെട്ടത് എന്താണോ അതല്ലാതെ നിന്നോടും പറയപ്പെടുന്നില്ല. അപ്പൊ മുമ്പുള്ള പ്രവാചകന്മാരോട് ഓരോ കാലഘട്ടത്തിലെയും ശത്രുക്കൾ എന്ത് ദുർന്യായങ്ങളാണോ പറഞ്ഞത്, അതേ കാര്യം തന്നെ നിന്നോടും പറയുന്നുള്ളൂ. അപ്പൊ അത് പണ്ടേ ഉണ്ട്, പണ്ടേ ശത്രുക്കളുമുണ്ട്, അതിന്റെ ആവർത്തനമാണ് നിനക്ക് നീ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് അള്ളാഹു നബിയെ അറിയിക്കുകയാണ്. സൂറത്തുൽ ഫുർഖാൻ 31-ാമത്തെ ആയത്ത്, വകദാലിക ജഅൽനാ ലികുല്ലി നബിയ്യിൻ അദുവൻ മിനൽ മുജ്രിമീന. നേരത്തെ മനുഷ്യരിലും ജിന്നുകളിലും പെട്ട ശൈത്താന്മാർ എന്ന് പറഞ്ഞു. ഇവിടെ എന്താണ്? മുജ്രിം എന്ന വാക്ക് ഖുർആനിൽ പലയിടത്തും അല്ലെങ്കിൽ എല്ലാ സ്ഥലങ്ങളിലും എന്ന നിലക്ക് വരെ പറയാവുന്ന രീതിയിൽ ഉപയോഗിച്ചിട്ടുള്ളത് ശിർക്ക് ചെയ്യുന്നവരെ കുറിച്ചാണ്. മറ്റു കുറ്റകൃത്യങ്ങൾ ഒക്കെ ജരീമത്താണ്. പക്ഷേ ശിർക്ക് ചെയ്യുന്നവരായ മുശ്രിക്കുകളായ മുജ്രിമുകളായ ആളുകളിൽ നിന്ന് എല്ലാ
നബിക്കും നാം ശത്രുക്കളെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ മുജ്രിം തന്നെ ആരും പെടും? ശൈത്താൻ പെടും. മനുഷ്യന്മാരെ കൊടുത്തപ്പെട്ട ശൈത്താൻ വരും. ഒക്കെ മുജ്രിമാണ്, ശിർക്ക് ചെയ്യുന്ന ആളുകളാണ്, ശിർക്ക് ചെയ്യുന്ന ശത്രുക്കൾ. പക്ഷേ വകഫാ ബിറബ്ബിക ഹാദിയം വനസീറാ, നീ ബേജാറാകണ്ട, നിനക്ക് വഴികാട്ടിയായും സഹായിയായും നിന്റെ റബ്ബ് മതി. അപ്പോ ഈ ശത്രുക്കളുണ്ട് ഒരു ഭാഗത്ത്, എന്നാൽ നിനക്ക് നേരായ വഴിയിലേക്ക് വഴി കാണിക്കാനും വഴി ചേർക്കാനും സഹായിക്കാനും അള്ളാഹു മതിയായവനാണ്. അപ്പൊ ഈ പറഞ്ഞതൊക്കെ തൗഹീദിന്റെ പ്രബോധനവുമായി രംഗത്തിറക്കുന്ന നമ്മളും നമ്മളെ പോലുള്ള ആളുകളും ഒക്കെ മനസ്സിലാക്കേണ്ടതാണ്. വിമർശനങ്ങളും എതിർപ്പുകളും പീഡനങ്ങളും പരിഹാസങ്ങളും കുത്തുവാക്കുകളും കൊഞ്ഞനം കുത്തലും ഒക്കെ ഉണ്ടാകുമ്പോൾ അത് കണ്ട് പേടിച്ചു പോകേണ്ടവരല്ല, മറിച്ച് ഇത് തൗഹീദിന്റെ ആളുകൾക്ക് അള്ളാഹു നിശ്ചയിച്ചതാണ്. ഇതുകൊണ്ട് നമുക്ക് ഗുണമേ ഉണ്ടാവുകയുള്ളൂ, ഉപദ്രവം ഉണ്ടാവുകയില്ല. വിമർശിക്കപ്പെടുന്നവനും പരിഹസിക്കപ്പെടുന്നവരും മാത്രമല്ല, അതാരെയൊക്കെ ഉദ്ദേശിച്ചുകൊണ്ടാണോ അവർക്കൊക്കെ ഇതുകൊണ്ട് ഗുണമുണ്ട്. എന്താ? നമ്മൾ തൗഹീദ് പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്താൽ കൂടുതൽ ഹക്ക് നമുക്ക് വെളിപ്പെടും, തെളിവുകൾ വ്യക്തമാകും. അപ്പൊ ഹക്കിൽ ഉറച്ചു നിൽക്കാൻ സാധിക്കും. ക്ഷമിച്ചാലും സഹിച്ചാലോ അള്ളാഹുവിന്റെ സഹായമുണ്ടാകും. അള്ളാഹു മതിയായവനാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ മൂന്നാമത്തെ ആയത്ത്, ഖുർആനിലായത്ത് അള്ളാഹു അവസാനിപ്പിച്ചത്. അപ്പോ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കണം. ഇനി ഇമാം ബുഖാരി റഹിമഹുല്ലാഹ് തന്റെ സഹീഹിൽ ഉദ്ധരിച്ചൊരു ഹദീസ് കാണാം. വറഖത്ത് ബിൻ നൗഫൽ, അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് എന്ന് തുടങ്ങുന്ന ആയത്ത് അവതരിച്ചു. അങ്ങനെ പനി പിടിച്ച് വീട്ടിൽ വന്നു. ഖദീജ റളിയല്ലാഹു അൻഹ പിന്നെ വറഖത്ത് ബിൻ നൗഫൽ എന്ന് പറയുന്ന പുരോഹിതരെടുക്ക ചെന്നു. എന്നിട്ട് സംഭവങ്ങളൊക്കെ വിശദീകരിച്ചു കൊടുത്തു. അദ്ദേഹം പറഞ്ഞൊരു വാചകമുണ്ട്, പറഞ്ഞ കൂട്ടത്തിൽ ഒരു വാചകം, ഇന്നഹു ലം യഅതി അഹദുൻ ബിമിസ്ലി മാ ജീത ബിഹി ഇല്ലാ ഊദിയ. നീ ഇപ്പോൾ കൊണ്ടുവന്ന, അന്ന് വേറെ ഒരായത്ത് ഇറങ്ങിയിട്ടില്ല, ഇഖ്റ ബിസ്മിന്റെ ആദ്യത്തെ 5 ആയത്തേ ഉള്ളൂ. ഈ ആയത്ത് അവതരിച്ചു എന്നാണ് ഖദീജ റളിയല്ലാഹു അൻഹ വറഖനോട് പറയുന്നത്. അപ്പൊ വറഖത്ത് ബിൻ നൗഫൽ പറയാണ്, കാരണം വറഖത്തിന് മനസ്സിലായി ഇത് പ്രവാചകനാണ്, അദ്ദേഹം തൗറാത്തിൽ ഇഞ്ചിലൊക്കെ മനസ്സിലാക്കിയ അടയാളങ്ങളാണ്. അതുകൊണ്ട് അദ്ദേഹം പറയുന്നത്, നീ കൊണ്ടുവന്നതുപോലുള്ള ഒരു കാര്യവുമായി ഒരുത്തനും വന്നിട്ടില്ല, ഇല്ലാ ഊദിയ, അവനോട് ശത്രുത കാണിക്കപ്പെട്ടിട്ടല്ലാതെ. അപ്പൊ എന്താ, തൗറാത്തിൽ നിന്നും ഇഞ്ചിൽ നിന്നും ഇയാൾക്ക് വഹിയിട്ടില്ലോ? വറക്കത്തിന് വഹിയിട്ടിട്ടുണ്ടോ? ഇല്ല. വറക്കത്ത് തൗറാത്തിൽ നിന്നും ഇഞ്ചിയിൽ നിന്നൊക്കെ പഠിച്ച ആളാണ്. അപ്പൊ അതിൽ നിന്ന് പഠിച്ചതനുസരിച്ച് അദ്ദേഹം പറയുന്നു, മുമ്പ് കാലത്തുള്ള പ്രവാചകന്മാരും നീ പറയുന്നത് പോലുള്ള നുബുവത്തുമായി വന്നപ്പോഴൊക്കെ ഊദിയ, ശത്രുത കാണിക്കപ്പെട്ടിട്ടുണ്ട്, അതില്ലാത്ത ഒരുത്തരും വന്നിട്ടില്ല. ഇനി ശത്രുക്കളെ പരിശോധിച്ചാൽ അവർ ചെയ്യുന്ന കാര്യങ്ങൾ എന്താ? ഒന്ന്, അവരുടെ ബാത്തിൽ ശരിയാണ് എന്നവർ സമർത്ഥിക്കാൻ ശ്രമിക്കും. ആ ബാത്തിലിനെ സഹായിക്കാനുള്ള ശ്രമം നടത്തും. അതോടൊപ്പം ഹക്കിനെ നശിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുകയും എന്നിട്ട് ഹക്കിന്റെ കാര്യത്തിൽ സംശയങ്ങൾ ഉണ്ടാക്കുകയും അതിനെ മായ്ച്ചു കളയാനുള്ള എന്തൊക്കെ വഴികളുണ്ടോ അതിലൊക്കെ അവർ ഏർപ്പെടുകയും ചെയ്യും. ഇത് ഏത് കാലത്ത് പരിശോധിച്ചാൽ നമുക്ക് കാണാം. ഇത് തൗഹീദിന്റെ ശിർക്കിന്റെ കാര്യത്തിൽ മാത്രമല്ല, തൗഹീദ് എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ ഇസ്ലാമാണ്. അപ്പൊ ഇസ്ലാമിൽ തന്നെ ഉള്ള തൗഹീദും അല്ലാത്ത വിഷയങ്ങളിലും ഒരു തർക്കം വന്നാൽ താൻ പഠിച്ചതും വിശ്വസിച്ചതും അല്ലെങ്കിൽ ആചരിച്ചുകൊണ്ടിരിക്കുന്നതും മാത്രമാണ് ശരിയെന്ന് വിശ്വസിക്കുന്നവൻ, അവന്റെ കയ്യിലുള്ളത് ബാത്തിലാണ്, ഹക്കല്ല എങ്കിൽ പോലും അവൻ ശ്രമിക്കുന്നതിനാണ് അവൻ വിശ്വസിച്ച ഹക്കാണെന്ന് ധരിച്ച ബാത്തിലിനെ സംരക്ഷിക്കാനും മറുഭാഗത്ത് ഖുർആൻ കൊണ്ടും ഹദീസ് കൊണ്ടും അഖ്വാലു സഹാബ കൊണ്ടും തെളിയുന്ന ഹക്കിനെ തകർക്കാനും അതിൽ വസ്വാസുകൾ ഉണ്ടാക്കാനും ഈ എതിരാളികൾ ശ്രമിച്ചുകൊണ്ടിരിക്കും. ഇത് എക്കാലത്തെയും പ്രവാചകന്മാർക്ക് അള്ളാഹു നിശ്ചയിച്ച മനുഷ്യരിലും ജിന്നുകളിലും പെട്ട പിശാചുക്കളുടെ പണിയാണ്. അപ്പൊ ഇത് നമ്മൾ മനസ്സിലാക്കണം, ഏത് കാലത്തും ഈ പണി തുടരും. അപ്പൊ നമ്മൾ വിചാരിക്കേണ്ട ഇത് എന്നാന്ന് അവസാനിക്കുക. ഇത്തരം എതിരഭിപ്രായങ്ങളും അല്ലെങ്കിൽ വിമർശനങ്ങളും സത്യത്തെ അസത്യമാക്കലും സത്യത്തെ വിമർശിക്കലും ബാത്തിലിനെ സ്ഥാപിക്കാൻ വേണ്ടി ശ്രമിക്കലുമൊക്കെ എന്തുകൊണ്ടാ അവസാനിക്കാത്തത് എന്നാരും വിചാരിക്കേണ്ടതില്ല. അള്ളാഹു നിശ്ചയിച്ചതാണ്. അതിന്റെ പിന്നിൽ ഹിക്മത്തുണ്ട്. എന്താ ഹിക്മത്ത്? ഹക്ക് വ്യക്തമാവുക, തെളിവുകൾ വർദ്ധിക്കുക, ബോധ്യപ്പെടുക. അതുകൊണ്ട് അള്ളാഹുവിലേക്ക് മടങ്ങുന്ന ആളുകളുടെ ഈമാൻ അത് തെളിവിന്റെ അടിസ്ഥാനത്തിൽ ബലപ്പെട്ട ശരിയായ ഈമാനായി മാറുക എന്നതാണ്. 5-ാമത്തേത് നേരത്തെ പറഞ്ഞതിനാണെങ്കിലും ഈ ശൈത്താൻ പിശാചുക്കൾ എന്ന് പറഞ്ഞാൽ, ശത്രുക്കൾ എന്ന് പറഞ്ഞാൽ ഒരു കൂട്ടരല്ല. ജിന്നുകളിലുള്ള ശൈത്താന്മാരുണ്ട്, മനുഷ്യരിലുള്ള ശൈത്താന്മാരുണ്ട്. അപ്പൊ ശത്രുക്കൾ എന്ന് പറയുന്നത് എല്ലാവരും ഒരു രീതിയിലാവുകയില്ല. ഇത് വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാരും മുഫസ്സിറുകളും വ്യക്തമാക്കിയിട്ടുണ്ട്. പല തരത്തിൽ, പല നിറത്തിൽ, പല കോലത്തിൽ, പല സ്വഭാവത്തിൽ, പല സംസാര ശൈലിയിൽ,
അത് അങ്ങനെ പല കോലത്തിൽ ആളുകൾ രംഗത്ത് കൊടുക്കും. ചില ആളുകൾ നേർക്ക് നേരെ ഖണ്ഡിതമായി തുറന്നു പറഞ്ഞ് എതിർക്കുന്നവരുണ്ടാവും. വേറെ ചില ആളുകൾ നല്ല സൗമ്യമായ സംസാരങ്ങൾ പറഞ്ഞ് വശ്യമായ ശൈലികളിലൂടെ അവതരിപ്പിച്ച് ബാത്തിലിനെ സ്ഥാപിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ആളുകളുണ്ടാവും. വേറെ ചില ആളുകൾ ചില കുതന്ത്രങ്ങൾ പയറ്റി ചെയ്യുന്നവരുണ്ടാവും. വേറെ ചില ആളുകൾ കയ്യും ശക്തിയും മറ്റ് സമ്പാദ്യവും അധികാരങ്ങളും ഉപയോഗിച്ച് നശിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നവരുണ്ടാവും. അപ്പൊ ഏത് പല തരത്തിലും ഇസ്ലാമിന്റെ ശത്രുക്കൾ എക്കാലവും ഉണ്ടായിക്കൊണ്ടിരിക്കും എന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങൾ നീ മനസ്സിലാക്കിയാൽ വിശ്വാസിയെ, തൗഹീദിന്റെ അനുയായിയെ നീ എന്താ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? ശൈഖ് പറയാൻ, അള്ളാഹുവിലേക്കുള്ള വഴി. അള്ളാഹുവിലേക്കുള്ള വഴി തന്നെ അതാ സിറാത്തുൽ മുസ്തഖീം, ചൊവ്വായ വഴി. എല്ലാ നമസ്കാരം നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് ആ വഴി. ലാബുദ്ദ ലഹു മിൻ അഅദാഇൻ ഖാഇദീന അലൈഹി സിറാത്തുൽ മുസ്തഖീം. അള്ളാഹുവിലേക്കുള്ള വഴിയിൽ ഇരിക്കുന്ന ശത്രുക്കൾ ഈ അള്ളാഹുവിന്റെ വഴിക്കുണ്ട് എന്ന ബോധ്യം നിനക്കുണ്ടാകണം. അവർ ചില്ലറക്കാരാവില്ല. അഹ്ലി ഫസാഹ, നല്ല സ്ഫുടമായി, വാചാലമായി, സാഹിത്യത്തോടുകൂടി ആകർഷകമായി സംസാരിക്കുന്ന ആളുകൾ. അതാണ് ഫസാഹ, സ്ഫുടമായി സംസാരിക്കുന്നവർ. ഇൽമിൻ, വിവരത്തോടുകൂടി സംസാരിക്കുന്നവർ എന്ന് പറഞ്ഞാൽ ശൈത്താൻ ഇൽമുള്ളതുപോലെ ഇസ്ലാമിന്റെ ശത്രുക്കൾക്ക് ഇൽമുള്ളതുപോലെ ഈ പറയുന്ന ആളുകൾക്കും അവരുടേതായ ഇൽമുണ്ടാവും. നല്ല വ്യക്തമായി, സുന്ദരമായി, നല്ല ഈണത്തിൽ പാട്ടുപാടി, ഈ മൂല്യമാരെ വയലിന്റെ ശൈലിയല്ല, അത് ശരിക്കും ബറേൽവികളുടെ ശൈലിയാണ്. അങ്ങനെ ഈണത്തിൽ പാട്ടുപാടി സംസാരിക്കുക, വയലിന് പറയാന്നുള്ളത് തൗഹീദിന്റെ ആളുകളുടെ ശൈലിയല്ല, സുന്നത്തിന്റെ ആളുകളുടെ ശൈലിയല്ല എന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്താ ആ പാട്ടിൽ മയങ്ങിപ്പോവാൻ, എന്താ കേൾക്കാൻ നല്ല ഇമ്പുണ്ടാവും, കേട്ടുവെക്കുന്നത്. അതുകൊണ്ട് തന്നെ ഫൽ വാജിബു അലൈക, തൗഹീദിന്റെ അനുയായി, ഇത് കേൾക്കുന്നവനെ, വായിക്കുന്നവനെ, നിന്റെ മേൽ നിർബന്ധമായ കാര്യം അൻതഅലമ മിൻ ദീനില്ലാഹ്, നിന്റെ ദീനിൽ നിന്ന് നീ പഠിക്കണം എന്നത് നിനക്ക് നിർബന്ധമാണ്. എന്ത് പഠിക്കണം? മാ യസീറു സിലാഹൻ തുഖാതിലു ബിഹി ഹൗലാഇ ശയാതീൻ, ഈ ചെകുത്താന്മാരെ, ഇത് മനുഷ്യ ജിന്നുകളിൽപ്പെട്ട പിശാചുക്കളെ അവരോട് യുദ്ധം ചെയ്യാൻ പറ്റുന്ന ആയുധം ലഭിക്കുന്ന തരത്തിൽ അള്ളാഹുവിന്റെ ദീനനി മനസ്സിലാക്കണം. ഈ ആയുധം ഏതാ? ഖുർആൻ സുന്നത്തും പഠിക്കുക, അത് ആയുധമാണ്. തെളിവുകൾ കരസ്ഥമാക്കുക ആയുധമാണ്. അപ്പോ പ്രമാണത്തിന്റെ ആയുധം നിനക്കുണ്ടാകണം. ഇനി ശത്രുക്കൾ ഇങ്ങോട്ട് ആക്രമിക്കാൻ വന്നാൽ അങ്ങോട്ട് പ്രതിരോധിക്കണമെങ്കിൽ അതാരും അംഗീകരിക്കുന്നതാണ്. ഏത് രാജ്യവും ഏത് മതമുള്ളവനും എല്ലാവരും അംഗീകരിക്കണം. ഇങ്ങോട്ട് ആക്രമിക്കാൻ നമ്മുടെ അടുക്കിലേക്ക് വന്നാൽ കയ്യെ കെട്ടി വെക്കണ്ട, എന്താ പ്രതിരോധിക്കാം. ഇവിടെ ഇന്ത്യ രാജ്യത്തന്നെ ചില ആളുകൾക്ക് ആവശ്യപ്പെട്ടാൽ തോക്ക് ലൈസൻസോട് കൊടുക്കുന്നുണ്ട്. അതെന്തിനാ തോക്ക് കൊടുക്കണം? അയാൾക്ക് പ്രതിരോധത്തിന് വേണ്ടിയാണ്. അതിന്റെ വില ആരും സൃഷ്ടിക്കൂല. ഇപ്പൊ വീട്ടിലൊന്ന് കള്ളം കക്കാൻ വന്നു, ഈ കട്ടൻ പോയിക്കോ, ഞാൻ നാളെ പോലീസ് സ്റ്റേഷനിൽ പോകാന്ന് പറയല്ല. കള്ളനെ എങ്ങനെ പ്രതിരോധിക്കാൻ പറ്റുമോ? പ്രതിരോധിക്കാം. പ്രതിരോധം ആവശ്യമാണ്. അങ്ങനെ ഒരു ഘട്ടം വന്നാൽ അതിന് എന്ത് വേണം? നിങ്ങൾക്ക് തെളിവ് വേണം, ആയുധം വേണം. പിന്നെ ഇതിനൊക്കെ ഇവരുടെ ഇമാം, അവർ മുന്നിൽ നിർത്തിയ ആള്, അവൻ പറഞ്ഞിട്ടുണ്ട്. അതാരാ? ശൈത്താൻ. ശൈത്താൻ ആരുടെ ഇമാമാണ്? ഇമാമുഹും, തൗഹീദിന്റെ ശത്രുക്കളുടെ ഇമാമായ ശൈത്താൻ. വ മുഖദ്ദമുഹും, അവർ മുന്നിൽ നിർത്തിയ നേതാവായ ശൈത്താൻ പറഞ്ഞിട്ടുണ്ട്. ആരോട്? ലി റബ്ബിക, നിന്റെ റബ്ബിനോട്, അതായത് നമ്മുടെ റബ്ബിനോട്. എന്താ പറഞ്ഞത്? ഫബിമാ അഗ്വൈതനി, നീ എന്നെ വഴികേടിലാക്കിയത് കൊണ്ട്. അള്ളാഹിനോട് ശൈത്താൻ പറഞ്ഞ വാക്കാണ്. ഖുർആനിൽ ഒരുപാട് സ്ഥലത്ത് ആവർത്തിച്ച് പറഞ്ഞ സംഭവമാണ്. ലഅഖുദന്ന, ഞാൻ ഇരിക്കുക തന്നെ ചെയ്യും. ലഹും, അവർക്ക് വേണ്ടി. ആർക്ക് വേണ്ടി? നിന്റെ അടിമകൾക്ക് വേണ്ടി. എവിടെ പോയിരിക്കും? സിറാത്തക്കൽ മുസ്തഖീം, നിന്റെ ചൊവ്വായ വഴിയിൽ അവരെ വഴികേടിലാക്കാൻ വേണ്ടി ഞാൻ ഇരിക്കുക തന്നെ ചെയ്യും എന്ന് ശപഥം ചെയ്ത് അതിന് ദീർഘായുസ് ചോദിച്ചു വാങ്ങി പോന്ന ആളാണ് ആര്? ഇബ്ലീസ്. അപ്പോ അതാണ് ഈ തൗഹീദിന്റെ ശത്രുക്കളുടെ നേതാവ് എന്ന് പറയുന്നത്. അപ്പൊ എന്താ? ഇതും വ്യക്തമാണ്. ഈ ആളുകൾ ശൈത്താൻ ഈ വഴിയിലുണ്ടാവും. ഏത് വഴി? അള്ളാഹിലേക്കുള്ള വഴി. അതുകൊണ്ടാണ് സിറാത്തൽ മുസ്തഖീം, നിന്റെ ചൊവ്വായ വഴിയിൽ. ആ ചൊവ്വായ വഴി ഏതാ? തൗഹീദ്. അപ്പൊ തൗഹീദിന്റെ വിഷയത്തിലാണ് ശൈത്താൻ ഏറ്റവും കൂടുതൽ പണിയെടുക്കുക. മനുഷ്യ പിശാചുക്കളും ജിന്നു പിശാചുക്കളും. ഇത് നമ്മൾ മനസ്സിലാക്കണം. എന്തുകൊണ്ടായി തൗഹീദിനത്തിന് പിന്നെയും വസ്വാസ്, പിന്നെയും വിമർശനം, പിന്നെയും ചെറുക്കിന്റെ ആളുകൾ പല തെളിവും കൊണ്ടുവരുന്നുണ്ടോ? ലോകത്ത് ശിയാക്കൾ എവിടുന്നൊക്കെ എന്തൊക്കെ കണ്ടുപിടിച്ചും സൃഷ്ടിച്ചും വ്യാജ തെളിവുകൾ കൊണ്ടുവരുന്നുണ്ടോ ആ തെളിവുകളൊക്കെ നമ്മുടെ നാട്ടിൽ ഇറങ്ങുന്നുണ്ട്. ഇവിടെ ചെറുക്കിന്റെ ആളുകൾ ഓതിക്കൊണ്ടിരിക്കുന്ന ഏത് ചെറുക്കിന്റെ തെളിവ് പരിശോധിച്ചാലും നെറ്റിലടിച്ചാൽ ഷിയാക്കളുടെ സൈറ്റിൽ കാണാം. അപ്പൊ അവരിൽ നിന്നാണ് ബലി പഠിക്കുന്നത്. വരവകണ്ടാക്കുന്നത് വേറെയും. ഇതാണ് നേരത്തെ പറഞ്ഞത്, അങ്ങോട്ടും ഇങ്ങോട്ടും യൂഹൂന, അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം സ്വകാര്യ
സന്ദേശങ്ങൾ നൽകുന്നു. അപ്പൊ അതൊക്കെ ഒരു ടീമാണ്. അതുകൊണ്ട് തന്നെ ഈ വാചകത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുക, തൗഹീദിന്റെ ആളുകൾ നേരത്തെ പറഞ്ഞതുപോലെ ജഹാലത്തിനെ നീക്കണം, അതിനെതിരിൽ അറിവിന്റെ ആയുധം ഏന്തണം. അറിവിന്റെ ആയുധം. മറ്റത് ആയുധം എടുക്കുക എന്നുള്ളത് എല്ലായിടത്തും പറ്റിയ പണിയല്ല. അതിന് പറ്റിയ സന്ദർഭങ്ങളും സമയം ഉണ്ടാകുമ്പോൾ അത് വേറെ പണ്ഡിതന്മാർ വിശദീകരിച്ചു. നമ്മുടെ രാജ്യത്ത് ഇപ്പോ അങ്ങനത്തെ ഒരു സാഹചര്യമല്ല. എന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ? ഇൽമിന്റെ ആയുധം എന്തിയാൽ മാത്രമേ ഹക്കിന്റെ ആളുകളെ തകർക്കാനാൽ അവരുടെ പ്രമാണം കൊണ്ട് തകർക്കാനും അതുപോലെ തന്നെ ഹക്കിനെ സ്ഥാപിക്കാനും സാധിക്കുകയുള്ളൂ. പിന്നെ ശൈത്താൻ പറഞ്ഞ വാക്ക് എന്താണ്? നിന്റെ ചൊവ്വായ വഴി. അതും എന്താണ്? അവിടെയാണ് ഏറ്റവും കൂടുതൽ ശത്രുക്കൾ ഉണ്ടാവുക. ഇതുകൊണ്ട് തന്നെയാണല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അള്ളാഹിനോട് പ്രാർത്ഥിച്ചു, അള്ളാഹുവേ എന്റെ സമുദായത്തിന്റെ തകരാറ് അവരിൽ നിന്നാക്കരുതേ എന്ന്. ഇമാം മുസ്ലിം ഉദ്ധരിച്ച ഹദീസാണ്. 3 കാര്യം നബി അള്ളാഹിനോട് പ്രാർത്ഥിച്ചു. മദീന പള്ളിന്റെ ബാക്ക് ഭാഗത്ത് നോക്കിയാൽ ആ പഴയ എയർപോർട്ട് റോഡ്, എന്താ 60-ാം നമ്പർ റോഡ് ഒറ്റാണ്, അതിന്റെ സൈഡിൽ ഒരു പള്ളി കാണും. 24-26 ഗേറ്റിന്റെ ഭാഗത്ത് നിന്ന് പള്ളിന്റെ ഭാഗത്ത് നോക്കിയാൽ ഒരു പള്ളി. ആ പള്ളിയുടെ പേര് മസ്ജിദുൽ ഇജാബ എന്നാണ്. ഉത്തരം കിട്ടിയ പള്ളി എന്നാണ്. എന്നാൽ നബി 3 കാര്യം ചോദിച്ചു ആ സ്ഥലത്ത് വെച്ച്. 2 കാര്യം അള്ളാഹു അംഗീകരിച്ചു കൊടുത്തു, 1 അള്ളാഹു അംഗീകരിച്ചില്ല, മറുപടി കൊടുത്തില്ല, സ്വീകരിച്ചില്ല. അതെന്താ? ഈ പറഞ്ഞതാണ്, മുസ്ലിങ്ങളുടെ തകരാറ് മുസ്ലിങ്ങളിൽ നിന്നാക്കരുതേ എന്ന പ്രാർത്ഥന. ഇന്നിപ്പോ ഏറ്റവും വലിയ ഇവിടെ ചിർക്കുണ്ടാക്കുന്നത്, ചിർക്കിന് തെളിവ് കണ്ടെത്തുന്നത്, അതിന്റെ പ്രചാരകർ, വിദേഹത്ത് സ്ഥാപിക്കുന്നവർ, ആ വിഷയത്തിൽ മുസ്ലിങ്ങളോട് യുദ്ധം ചെയ്യുന്നത് ഒരു പക്ഷേ ഇവിടെയുള്ള മറ്റു മതക്കാരേക്കാൾ മുസ്ലിങ്ങൾ എന്ന് പറയുന്നവരുടെ ഉള്ളിൽ കയറി കൂടിയ ഈ പിശാചുക്കളാണ്. അത് അനുഭവിക്കണം. അതിന്റെ പിന്നിൽ ഹിക്മത്തുണ്ട്. അത് ശൈത്താൻ പറഞ്ഞ നിന്റെ വഴിയിൽ ഞാൻ ഇരിക്കും എന്ന് പറഞ്ഞാൽ ശൈത്താനുണ്ട്. ശൈത്താന്റെ അനുയായികളായ മുസ്ലിങ്ങളിൽ എന്നറിയപ്പെടുന്ന തൗഹീദിന്റെ ശത്രുക്കളായ പിശാചുക്കളും ഈ പണിയെടുക്കുന്നു. അപ്പൊ അതുകൊണ്ട് ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ്, ഇത് തീരും എന്ന് വിചാരിക്കേണ്ടതില്ല. പിന്നെയോ ഖാഇദീന അലൈഹി, ശൈഖ് പറഞ്ഞ വാചകാണ്, അവർ ആ വഴിയിൽ ഈ ഹക്കിനെതിരെ അവിടെ ഇരിക്കുന്നവരായിരിക്കും. എന്തിന്? തൗഹീദിനെ എതിർക്കാൻ, വസ്വാസ് ഉണ്ടാക്കാൻ, സംശയങ്ങൾ ഉണ്ടാക്കാൻ. പിന്നെ ഇരിക്കുന്നവരോ അവർ നേരത്തെ പറഞ്ഞവരെ നല്ല വാചാലമായി സംസാരിക്കുന്നവരും, സംസാര ശൈലി കേട്ട നല്ല മധുരം തോന്നും, ഈണം തോന്നും, ഒക്കെ തോന്നും. പക്ഷേ അവരുടെ പണി ബാത്തിലേക്ക് കൊണ്ടുപോകാനാണ്, ഹക്കിനെ എതിർക്കലാണ്, തൗഹീദിനെ നശിപ്പിക്കലാണ്. അതുകൊണ്ട് നീ പഠിക്കൽ അനിവാര്യമാണ് എന്ന് പറഞ്ഞാൽ ഇതിനെയും പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ട് 2 തരം കാര്യങ്ങളുണ്ട്. ഒന്ന്, അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ടുന്ന നിർബന്ധമായ അറിവ്. അതേതാ? അടിസ്ഥാനപരമായ വിഷയങ്ങൾ എല്ലാവരും മനസ്സിലാക്കണം. പിന്നെയോ ശത്രുക്കളിൽ നിന്നുണ്ടാകുന്ന എതിർപ്പുകളും സംശയങ്ങളും, ഈ ശുബ്ഹാത്തുകൾ, അത്തരം കാര്യങ്ങൾക്കുള്ള മറുപടി അത് ഇടക്കിടക്ക് അല്ലെങ്കിൽ വല്ലപ്പോഴും ഉണ്ടാകുന്നതാണ്. അപ്പോ അതിനെക്കുറിച്ച് മനസ്സിലാക്കുകയും അതിന് മറുപടി പറയേണ്ട ആളുകൾ അത് മനസ്സിലാക്കി അതിന് മറുപടി കൊടുക്കാനുള്ള വിവരം അവർ കരസ്ഥമാക്കുകയും ചെയ്യേണ്ടതുണ്ട്. അങ്ങനെ ആയാൽ നമുക്കെന്തുണ്ടാവും? ആയുധമുണ്ടാകും. അപ്പൊ തെളിവിന്റെ ആയുധമുണ്ടെങ്കിൽ ആ ഏത് ശൈത്താൻ വന്നാലും നമുക്ക് ഒരു പ്രശ്നവുമില്ല. കാരണം എന്താ? നമ്മുടെ പക്ക തെളിവുണ്ട്. തെളിവില്ലെങ്കിലോ അപ്പൊ നമ്മൾ പേടിച്ചു, എന്താ ഇപ്പൊ ഇങ്ങനെ പറയണ്ടല്ലോ, ആളിങ്ങനെ പറഞ്ഞല്ലോ, മറ്റേ ആളിങ്ങനെ പറഞ്ഞല്ലോ, അപ്പൊ നമ്മൾ ബാത്തിലാണോ, അവർ പറയുന്നതാണോ ഹക്ക്? ഈ സംശയം വരുന്നത് കൊണ്ടാണ്, നമ്മുടെ പക്കൽ ആയുധമില്ലാത്തത് കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ആയുധം ഉണ്ടാകണം. എന്നിട്ട് ഈ സംശയങ്ങൾക്കും വിമർശനങ്ങൾക്കും നിനക്ക് നേരിടാനും ഹക്കിനെ സ്ഥാപിക്കാനും നിനക്ക് സാധിക്കണം. അങ്ങനെ തെളിവിന്റെ അടിസ്ഥാനത്തിൽ സായുധ സജ്ജനായാൽ നിനക്ക് അവരോട് യുദ്ധം ചെയ്യാം. അല്ലെങ്കിൽ യുദ്ധം ചെയ്യാൻ കഴിയില്ല. ആരോട്? ഹാഉലായി ശയാത്തീൻ, ഈ ശത്രുക്കളോട്. ശൈത്താൻ എന്ന വാക്കിന്റെ അസിലെന്താ? ശഫന എന്ന് പറഞ്ഞാൽ ബഅദ എന്നാണ് അർത്ഥം, ദൂരെ പോകുക എന്നാണ്. ഇത് ഹക്കിൽ നിന്ന്, തൗഹീദിൽ നിന്ന്, അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന്, അള്ളാഹുവിന്റെ റഹ്മത്തിൽ നിന്നും ദൂരെ പോയവൻ എന്നാണ് ശഫന. അപ്പൊ ശൈത്താൻ എന്നാൽ ഈ പറഞ്ഞ കാര്യങ്ങളിലൊക്കെ അകലെയായവൻ. അതുകൊണ്ടുള്ള ശൈത്താനെ കുറിച്ച് റജീം, ആട്ടിയോടിക്കപ്പെട്ടവൻ, അതുപോലെ തന്നെ ശപിക്കപ്പെട്ടവൻ എന്നൊക്കെ പറഞ്ഞത്. ഒരു കാരണവും ശൈത്താനില്ല.